തോൽവിക്ക് ആധാരമായ കാരണങ്ങൾ ജനങ്ങളോട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വിശദീകരിച്ചു. പാർട്ടിയെയും മുന്നണിയെയും വലിയ തോൽവിയിലേക്ക് നയിച്ചതെന്ന് ജനങ്ങൾ പൊതുവേ കരുതുന്ന പ്രശ്നങ്ങളിൽ സംഭവിച്ച പോരായ്മകളും വീഴ്ചകളും വിലയിരുത്തിയുള്ളതാണ് റിവ്യൂ റിപ്പോർട്ട്. തിരിച്ചടി മുൻകൂട്ടി മനസ്സിലാക്കാൻ CPIM സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞില്ല. CPIMന് നേരെ ഡീൽ ആരോപണം കോൺഗ്രസും ലീഗും ബോധപൂർവം ഉയർത്തിയപ്പോൾ പ്രതിരോധം ഫലപ്രദമായില്ല. മതവർഗീയ പരാമർശങ്ങളിൽ വെള്ളാപ്പള്ളി വിമർശനത്തിൻ്റെ ശക്തി കുറഞ്ഞുപോയെന്ന് വിലയിരുത്തുന്നു. ഡീലാക്ഷേപത്തിൻ്റെ പുകമറയിൽ രൂപം കൊണ്ട കോൺഗ്രസ് BJP ഡീൽ കാര്യമായി പ്രതിരോധിക്കാനുമായില്ല. 30 മണ്ഡലങ്ങളിൽ BJP വോട്ടുകൾ UDFന് നൽകി. തിരിച്ച് BJP വിജയത്തിന് UDFും സഹായിച്ചു. അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് സർക്കാരാണെന്ന പ്രചാരണം ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചത് തെറ്റാണെന്നുമാണ് പാർട്ടി കമ്മിറ്റികളുടെ കണ്ടെത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ പത്മകുമാറിനെ ആദ്യം മുതലേ മാറ്റി നിർത്തിയിരുന്നു. എന്നാൽ ആരോപണം വന്ന ഉടനെ നടപടിയെടുത്തില്ല എന്ന പ്രചാരണം തെരഞ്ഞെടുപ്പിൽ ബാധിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി സമഗ്രമായി വിലയിരുത്തുന്നതാണ് CPIMൻ്റെ റിവ്യൂ റിപ്പോർട്ട്. പാർട്ടി ഘടകങ്ങൾക്കും അപ്പുറം ജനങ്ങൾക്ക് പറയാനുള്ളതും കേൾക്കാനാണ് CPIM തീരുമാനം. ജനങ്ങളെ കേൾക്കാൻ പുതുവഴികൾ എന്ന സംവിധാനം ഏർപ്പെടുത്തും. പുതുവഴികൾ എന്ന പേരിൽ പുതിയ വാട്സപ്പും Gmail സംവിധാനവും സജ്ജീകരിക്കും. ഇതിലൂടെ ജനങ്ങൾക്ക് നേരിട്ട് അഭിപ്രായം അറിയിക്കാം. ഫോൺ നമ്പറിൽ വിളിച്ചും നിർദ്ദേശങ്ങൾ പറയാം. വലിയ തോൽവിയിൽ നിന്ന് തിരുത്തി മുന്നേറാൻ CPIMനെ സജ്ജമാക്കുന്ന സംഘടനാ നടപടികൾ. ഇനി ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് K. അനിൽകുമാർ, CPIM, KJ ജേക്കബ്, മാധ്യമപ്രവർത്തകൻ, ഒപ്പം A. സജീവനും ഈ ചർച്ചയിലേക്ക് എത്തും. ആദ്യം CPIM സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് K. അനിൽകുമാറിലേക്ക്. ശ്രീ അനിൽകുമാർ, ഇന്നിപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനം നടത്തി വളരെ ദീർഘമായി CPIMൻ്റെ പാർട്ടി ഘടകങ്ങളിലൂടെ നടത്തിയ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുത്ത റിവ്യൂ റിപ്പോർട്ട്, അതിൻ്റെ വിശദാംശങ്ങളാണ് ജനങ്ങളുമായി പങ്കുവച്ചത് വാർത്താ സമ്മേളനത്തിലൂടെ. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്ര വലിയ തിരിച്ചടി തിരിച്ചറിയാനായില്ല, മനസ്സിലാക്കാനായില്ല എന്ന ഒരു സ്വയം വിമർശനം CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി നടത്തുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി തന്നെ അത് പറഞ്ഞു. അത് CPIM എന്ന പാർട്ടിയെ സംബന്ധിച്ച് സംഘടനാപരവും രാഷ്ട്രീയവുമായ വളരെ വലിയൊരു പരാജയമല്ലേ, വളരെ ഗുരുതരമായൊരു സാഹചര്യമല്ലേ അത് ചൂണ്ടിക്കാട്ടുന്നത്? നമ്മുടെ കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ഫലമായി ഇന്ത്യ രാജ്യത്ത് സവിശേഷമായൊരു സാമൂഹ്യ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മുമ്പുണ്ടായിരുന്നൊരു ജന്മിത്വ വ്യവസ്ഥയെ അവസാനിപ്പിച്ച് ഒരു മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് കേരളം, ഇന്ത്യ രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളും മുതലാളിത്ത വ്യവസ്ഥയിൽ തന്നെയാണെങ്കിലും ജന്മിത്വമില്ലാത്തൊരു മുതലാളിത്ത സമൂഹമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായ ബോധം സമൂഹത്തിൽ ശക്തമാണ്. അത്തരമൊരു സമൂഹത്തിനകത്ത് പഴയ കാലത്തിലുള്ള ഗ്രാമീണ ബന്ധങ്ങളല്ല നാട്ടിലുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടോ മുമ്പ് കാലങ്ങളിൽ വീടുകൾ, അയൽവക്കങ്ങൾ, അവർ തമ്മിലുള്ള ബന്ധങ്ങൾ, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പരസ്പരമുള്ള അറിയലുകളും തിരിച്ചറിയലുകളും മുമ്പേ പോലെ സാധിക്കാത്ത തരത്തിലുള്ള വ്യത്യസ്തതകൾ നാട്ടിലെമ്പാടുമുണ്ട്. ഇതിൻ്റെ ഭാഗമായി കേരള സമൂഹത്തിലുണ്ടായ പുതിയ മാറ്റങ്ങൾ, ഒരു വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള വോട്ടെടുപ്പിൽ ആളുകളുടെ ചിന്തകൾ പ്രതിഫലിക്കുന്നു എന്ന് വിലയിരുത്തുന്നതിൽ പാർട്ടി ഘടകങ്ങൾക്ക് പരാജയം സമ്മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംഘടനാപരമായ അത്തരം കുറവുകൾ എങ്ങനെ ഭാവി പ്രവർത്തനങ്ങൾ തിരുത്താം. ഉദാഹരണമായിട്ട് കോവിഡ് കാലത്ത് ജനങ്ങളുമായുള്ള ബന്ധം ശക്തമായിരുന്നു. കാരണം ഓരോ വീട്ടിലെയും വിഷയങ്ങളിൽ പാർട്ടി ഗ്രാമീണ തലത്തിൽ, നഗരതലത്തിൽ താഴെ ഇടപെട്ടിരുന്നു. ഇടപെടൽ വേണ്ട സ്ഥലങ്ങളിൽ പാർട്ടിയെ സമീപിക്കാൻ ജനങ്ങൾ സന്നദ്ധരായിരുന്നു. 5 കൊല്ലം കൊണ്ട് കോവിഡ് സാഹചര്യം മാറി, ബന്ധങ്ങൾ കുറഞ്ഞു. വെള്ളപ്പൊക്കം ഉണ്ടായ കാലത്തെ അനുഭവമല്ല ഇപ്പോൾ. സ്വാഭാവികമായും ആളുകളുടെ മുൻഗണനകൾ മാറ്റം വന്നു. പാർട്ടി വിലയിരുന്നൊരു കാര്യം, നിരവധി തെറ്റുകൾ അത് നേതാക്കൾക്ക് പറ്റിയിട്ടുണ്ട്, അണികൾക്ക് പറ്റിയിട്ടുണ്ട്, ഘടകങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ഏറ്റക്കുറച്ചിലുണ്ട്. ഈ തെറ്റുകളെല്ലാം ഞങ്ങൾ സ്വയംപരിശോധനപരമായി പാർട്ടി ഉള്ളിൽ പരിശോധിക്കും. ഇപ്പോൾ കുറേ കാര്യങ്ങൾ താഴെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയും എല്ലാ തെറ്റുകളെക്കുറിച്ചും അഭിപ്രായങ്ങൾ ശേഖരിക്കുകയാണ്. പുതുവഴികൾ തേടാൻ പോവാണ്.
എങ്കിലും ഒരു കാര്യം മറന്നു പോകരുത്, കുറ്റബോധത്തോടെയല്ല ജനങ്ങളെ സമീപിക്കുന്നത് LDF. ഇന്നത്തെ കേരളത്തെ നിർമ്മിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അത് മറന്നുകൊണ്ടുള്ള ഒരു ചർച്ചയും യുക്തിസഹമല്ല, ചരിത്രപരമല്ല. തീർച്ചയായും 10 കൊല്ലത്തെ LDF സർക്കാർ സമ്മതിക്കുന്നില്ല. ഞാനത് ഇന്ത്യയിലെ ഏറ്റവും മികവാർന്ന സംസ്ഥാനം. ശരി, ഞാനും അത് സമ്മതിക്കുന്നു. ആ നിലയിൽ ഭരണം വേറിട്ട മികവുറ്റ ഒരു ഭരണം എന്ന നിലയ്ക്ക് അത് കേരളത്തെ പുതുക്കി പണിതിട്ടുണ്ട്, മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. വെല്ലുവിളികളെ അതിജീവിക്കാൻ ഈ സർക്കാരല്ലായിരുന്നെങ്കിൽ, ഒരു ഇടതുപക്ഷ സർക്കാരല്ലായിരുന്നു എങ്കിൽ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനും ചിന്തയ്ക്കും നല്ല സ്ഥാനമുണ്ട്. പക്ഷേ ഒരു കനത്ത തോൽവിയിൽ നിന്ന് സംഘടനാപരവും രാഷ്ട്രീയവുമായി CPIM-നും അതുവഴി മുന്നണിക്കും ഉണ്ടായിട്ടുള്ള വലിയ പരാജയത്തിൻ്റെ ഘടകങ്ങൾ പരിശോധിക്കുന്ന ഒരു ഘട്ടത്തിൽ തൽക്കാലം കുറേയൊക്കെ അത് മാറ്റിവെക്കേണ്ടതാണെന്ന് തോന്നുന്നു. കാരണം CPIM തന്നെ വിലയിരുത്തുന്നത് ഭരണം ഒരു തിരിച്ചടിയായ ഘടകമല്ല എന്നാണ് വിലയിരുത്തുന്നത്, ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ സംഘടനാപരവും രാഷ്ട്രീയവുമായ ഘടകങ്ങൾക്കാണ് പ്രാധാന്യം എന്നല്ലേ അതിനർത്ഥം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഇതേ കമ്മിറ്റികളാണ് ഈ തോൽവി, ആ തോൽവിയുടെ കാലത്ത് അതിനെ നയിച്ച അതേ കമ്മിറ്റികളാണ് ഇനിയും മുന്നോട്ട് പോകാൻ പോകുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അങ്ങനൊരു വലിയ തിരുത്തലും സംഘടനാ കമ്മിറ്റികൾക്ക് മാറ്റവും ആ രീതിയിലല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെ ഇതിനെ അതിജീവിച്ച് ഈ കമ്മിറ്റികൾക്ക്, എല്ലാ കമ്മിറ്റികൾക്കും മുന്നോട്ട് പോകാനാകും? അധികാരം ദുഷിപ്പിച്ചു എന്ന ഒരു വിലയിരുത്തൽ കൂടി ഇപ്പോൾ നടത്തിയതിനകത്തുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന സാഹിത്യകാരന്മാരടക്കം അക്കാലത്ത് പറഞ്ഞ പല വാദങ്ങളും അതിൻ്റെ എല്ലാ തരത്തിലും അതിനെടുക്കണ്ട, പക്ഷേ സംഘടനാ തലത്തിൽ നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ സംബന്ധിച്ചൊക്കെ അവർ പറഞ്ഞ ഒരു ഭാഗം കുറേയൊക്കെ ശരിയായിരുന്നു എന്നുകൂടി വരുന്നില്ലേ? ഒരിക്കലുമല്ല. അതിന് കാരണം എന്താണ്? ആഖ്യാനങ്ങളുണ്ടായി. ഇന്ന് മേജർ രവി പറഞ്ഞു ഇന്നസെൻ്റ് മരിച്ചിടത്ത് മുഖ്യമന്ത്രി പോയത്, അന്ന് പിണറായി പോയത് 156 വണ്ടിയായിട്ടാണ്. 56 വണ്ടിയോ ഒത്തിരി പോലീസുമായിട്ടാണ്. അതിന് ദൃശ്യങ്ങൾ ലഭ്യമാണ്. മുഖ്യമന്ത്രി തന്നെ ഇന്ന് പിണറായി തന്നെ പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇന്നലെ വരെ പിണറായി വിജയൻ ഇത്തരം നുണകളെ ചോദ്യം ചെയ്തിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു നുണയെ പ്രതിരോധിക്കുന്നത്. എന്തെല്ലാം നുണകളായിരുന്നു! ആ ഒരു ഹെലികോപ്റ്റർ ഇത്ര നാൾ മുഖ്യമന്ത്രിയുടേതായിരുന്നു, ഇപ്പോൾ അത് പോലീസിൻ്റെതായി മാറി. എന്താണ്? ക്ലിഫ് ഹൗസിൻ്റെ മുകളിൽ ഹെലിപ്പാഡ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു നുണകൾ? ഇത്തരം നുണകളുടെ മേലെ ആളുകൾ ആഖ്യാനങ്ങൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അതിനർത്ഥം ആളുകളാകെ ഇപ്പോൾ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് കുറേ പേർ വോട്ട് ചെയ്തത്. ദീപിക പത്രം തുറന്നെഴുതി. എന്നാൽ അവരെ വിശ്വസിക്കുന്നതിന് മുമ്പ് ഈ 10 മിനിറ്റ് കൊണ്ട് ഇതെങ്ങനെ പരിഹരിക്കുമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചില്ല. വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഓർത്തത്, അയ്യോ ഇത് 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ പരിഹരിക്കും, ഈ പുള്ളി പറഞ്ഞ കള്ളമല്ലായിരുന്നോ? ദീപികയുടെ മുഖപ്രസംഗം വന്നല്ലോ. ഏത് അമ്പലത്തിൽ പോകാനും ബസ്സിൽ സൗജന്യമാണെന്നും ശരി ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞല്ലേ. ആളുകൾ അതിനൊന്നും വോട്ട് ചെയ്തിട്ടില്ലേ? ഇപ്പോൾ പട്ടയം 7 ലക്ഷം പട്ടയം പിണറായി കൊടുത്തു. അപ്പോൾ സതീശൻ പറഞ്ഞു ആ പട്ടയത്തിൽ ഒരു ഉപാധിയുണ്ട്, ഉപാധി ഞങ്ങൾ മാറ്റിത്തരാം, 9-2 പട്ടയം, 9-2 എന്നുള്ള വകുപ്പ് മാറ്റിത്തരാം, ഉപാധിരഹിത പട്ടയാക്കാം. ആളുകൾ വോട്ട് ചെയ്തു. അല്ല വണ്ടിയുടെ മോഡിഫിക്കേഷൻ, ഇതൊക്കെ എത്ര വോട്ട് എങ്ങനെ പോയി എന്ന് കണക്കുണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്ത് ഒരു വിഷയം വെച്ചിട്ടല്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വയം വിമർശനം നടത്തണം. നിങ്ങളിതൊക്കെ ചെയ്തെങ്കിലും നിങ്ങളെ ജനങ്ങൾ ജയിപ്പിച്ചില്ല, എന്തുകൊണ്ട്? പക്ഷേ 81.22 ലക്ഷം വോട്ട് ഇവിടെ ഉണ്ട്. ആകെ ഒലിച്ചു പോവല്ല ഇത്. BJP വോട്ട് 5-6% കുറയുകയും ചെയ്തു. കുറയാൻ കാരണം BJP താവോട്ട് പോയത് കൊണ്ടല്ല. BJP വോട്ട് സെലക്റ്റീവായിട്ട് ചില മണ്ഡലങ്ങളിൽ മാറി മറിച്ചും ചെയ്തിട്ടുണ്ട്. അതൊക്കെ വോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ. അതുകൊണ്ട് ജനങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഇടതുപക്ഷം തന്നെയാണ്. 10 കൊല്ലം ഇടതുപക്ഷത്തിൻ്റെ ഒരു നയത്തിൽ നിന്നും വ്യതിചലിച്ചിട്ടില്ല. ഭരണപരമായ കുറവുകളുണ്ടാവാം, പ്രവർത്തകരെന്ന നിലയ്ക്കും സഖാക്കളെന്ന നിലയ്ക്കും നേതാക്കളെന്ന നിലയ്ക്കും തെറ്റുപറ്റിയിട്ടുണ്ടാവാം. ഒരഴിമതിയും നടത്തിയിട്ടില്ല. ഞങ്ങളുടെ രാഷ്ട്രീയത്തെ വഞ്ചിച്ചിട്ടില്ല. വർഗീയതയ്ക്കെതിരായ മതനിരപേക്ഷ നിലപാടുള്ളത് കൊണ്ടാണ് വർഗീയ കലാപം ഉണ്ടാകാതിരുന്നത്. എന്നാൽ വിവിധ വർഗീയ ശക്തികൾ കുരങ്ങനപ്പം പങ്കിടുന്ന പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറിക്കൊണ്ടിരുന്നപ്പോൾ എല്ലായ്പ്പോഴും എല്ലായിടത്തും എല്ലാം ഒരേപോലെ ശക്തിയോടെ തിരിച്ചടിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് സ്വയംവിമർശനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വഴിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. റൈറ്റ്. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ KJ ജേക്കബും ശ്രീ എ. സജീവനും നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ KJ ജേക്കബ്,
ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിലൂടെയാണ് CPM-ൻ്റെ ഈ തോൽവി വിലയിരുത്തുന്ന അതിൻ്റെ ഒരു സംഘടനാ നടപടിക്രമങ്ങൾ ആകെ പൂർത്തീകരിച്ച് അതിനുശേഷം ആ റിവ്യൂ റിപ്പോർട്ട് ജനങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത്. ആ വലിയ തിരിച്ചടി സ്റ്റേറ്റ് കമ്മിറ്റിക്കടക്കം ഒരു ഘടകങ്ങൾക്കും ഉത്തരവാദപ്പെട്ട ഘടകങ്ങൾക്ക് തിരിച്ചറിയാനേ കഴിഞ്ഞിരുന്നില്ല എന്ന് പറയുന്ന ഒരു സുപ്രധാന ഭാഗം അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈ വലിയ തോൽവിക്ക് ആധാരമായി ജനങ്ങൾ കരുതപ്പെട്ടിരുന്ന പൊതുവെ ചർച്ച ചെയ്യപ്പെട്ട കുറേയേറെ പ്രശ്നങ്ങളുമുണ്ട്. ആ പ്രശ്നങ്ങൾ ഏറെക്കുറെ അംഗീകരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ കാര്യം എടുത്താൽ തന്നെ വെള്ളാപ്പള്ളിയുടെ ഈ മതവർഗീയ കാഴ്ചപ്പാടുകളെ പ്രതിരോധിക്കുന്നതിൽ ഇപ്പോൾ വിയോജിച്ചിട്ടുണ്ട്, അതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു തീവ്രത, ആ ശക്തിയിൽ ആ നിലയിൽ അതിനെ പ്രതിരോധിച്ചു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും വിധത്തിലേക്ക് അക്കാര്യത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി വളർന്നു എന്നുള്ള അഡ്മിഷൻ CPM-ൻ്റെ ഭാഗത്ത് നിന്ന് വിലയിരുത്തലുണ്ടായിട്ടുണ്ട്. ഇന്ന് സംസ്ഥാന സെക്രട്ടറി അക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പൊതുവിൽ ഒരു തോൽവിയെ സംബന്ധിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ജനാധിപത്യപരമായ പാർട്ടി നടത്തിയ വിലയിരുത്തലുകൾ, കണ്ടെത്തലുകൾ താങ്കളുടെ ഒരു പൊതുവായ നിരീക്ഷണത്തിൽ എങ്ങനെയുണ്ട്? അത് വളരെ സത്യസന്ധമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ പറഞ്ഞതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്ന ഒന്ന്, പാർട്ടി അതിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രവർത്തകരെ വരെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഒരു മിക്കവാറും കഴിഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടെയൊക്കെ ഉണ്ടാവുകയുള്ളായിരിക്കും. പക്ഷെ അവസാനത്തെ പാർട്ടി പ്രവർത്തകനെ വരെ കേൾക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അവർ പറയുന്നതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് തീരുമാനിക്കുക എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും സത്യസന്ധമായി അതിനോടും നാട്ടുകാരോടും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശരിയായ കാര്യമാണ്. പക്ഷെ എനിക്കിവിടെ പലപ്പോഴും ശ്രീ അരുൺകുമാർ പറഞ്ഞതിനോട് എനിക്ക് എൻ്റെ എതിർപ്പ് എനിക്ക് പറയേണ്ടി വരും. CPM അതിൻ്റെ രാഷ്ട്രീയം വളരെയധികം കോംപ്രമൈസ് ചെയ്തു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വെള്ളാപ്പള്ളി നടേശനോടുള്ള നിലപാടിൽ പ്രത്യേകിച്ചൊരു മാറ്റവും വരുത്തേണ്ടതില്ല. വെള്ളാപ്പള്ളി നടേശൻ 10 വർഷത്തിലധികമായി കേരളത്തിൽ അതിവർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 1/3 വരുന്ന ഒരു സമുദായത്തിനെതിരെ അയാൾ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. അയാളെ 10 വർഷം മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് CPM ഹാൻഡിൽ കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയാം. അതിൽ വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട് ഒരു മാറ്റവുമില്ല. അദ്ദേഹം അന്നും ഇന്നും അതേ വർഗീയത പറയുന്നു. അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പോയ CPM-നാണ് തെറ്റുപറ്റിയത്. CPM ആണ് നിലപാട് മാറ്റിയത്. അത് നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷ മനുഷ്യർക്കുണ്ടാക്കിയ വിഷമം. CPM-നോടൊപ്പം നിൽക്കുന്ന ആളുകൾ, CPM-ന് വോട്ട് ചെയ്ത ആൾക്കാർ, CPM-കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ പാർട്ടി ഇങ്ങനെ ചെയ്യുന്നത് എന്ന്. ഞാൻ ഒരു വർഷമായി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സമൂഹത്തിൽ അങ്ങേയറ്റം വഷളായിട്ടുള്ള ഇത് നോക്കൂ. അയാൾ വന്ന് പറയുന്നത് നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് നേരത്തെ പറഞ്ഞു. അതിനുശേഷം ഇപ്പം അത് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുമ്പം അയാൾ മുസ്ലിങ്ങളെ മാറ്റി നിർത്തുകയാണ്. വെറും വർഗീയതല്ല അയാൾ പറയുന്നത്. അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ വംശീയത കൂടിയാണ്. കേരളത്തിൽ ഒരാളും പറയാത്ത കാര്യം എന്താണ് CPM ചെയ്തത്? CPM അത് മുസ്ലിം ലീഗിനെ പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനിത് ഒരു വർഷമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴെങ്കിലും അത് മനസ്സിലായില്ലല്ലോ CPM-ന്, ഈ കമ്മിറ്റികൾക്ക് മനസ്സിലായി. നിങ്ങൾ കുറ്റബോധത്തോടു കൂടി വേണം മനുഷ്യരുടെ ഇടയ്ക്ക് പോകാൻ. കുറ്റബോധത്തോട് ഇല്ലാതെ എന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങൾ കുനിഞ്ഞ മുഖത്തോടു കൂടി വേണം നിങ്ങൾ പോകാൻ. കാരണം നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. CPM മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ VD സതീശൻ പറഞ്ഞുകൊണ്ട് നടന്നത് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം, മതനിരപേക്ഷതയിൽ ഞങ്ങൾ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യില്ല. കോൺഗ്രസിന്റെ നേതാവാണ് ഈ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കണം. എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് പറഞ്ഞ് കേരളത്തിൽ വോട്ട് പിടിക്കാൻ പറ്റിയത്? അദ്ദേഹം ആരെയാണ് വിരൽ ചൂണ്ടുന്നത്? മതനിരപേക്ഷതയിൽ ഞങ്ങൾ വെള്ളം ചേർക്കില്ല എന്ന് കോൺഗ്രസിന്റെ നേതാവ് പറയുമ്പം അദ്ദേഹം ആരെയാണ് വെല്ലുവിളിക്കുന്നത്? എങ്ങനെയാണ് CPM അവിടെ പ്രതിസ്ഥാനത്ത് വരിക? എങ്ങനെയാണ് ഈ മെസ്സേജ് CPM-ന് വിട്ടുപോയത്? ഇത് നമ്മളറിയാത്ത ഇപ്പം ശബരിമലയിലെ പാട്ട് അത് വിട്ടുപോയത് എനിക്ക് മനസ്സിലാവും, അതെനിക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളും മതനിരപേക്ഷ മനുഷ്യരും നിലവിളിച്ച് പറഞ്ഞില്ലേ ഈ വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന്? നമ്മുടെ സമൂഹത്തെ മുറിക്കുകയല്ലേ അദ്ദേഹം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമല്ലേ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്? എന്ത് ബന്ധമാണ് അദ്ദേഹത്തോട് നമുക്കുള്ളത്? നമുക്കെന്ന് പറയുക കേരളത്തിലെ മതനിരപേക്ഷ ഇടതുപക്ഷ ശക്തികൾക്ക് എന്ത് കമ്മിറ്റ്മെന്റാണ് അദ്ദേഹത്തോടുള്ളത്? SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറിയാണ്, ശരിയാണ്. ആ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് നൌഷാദിന്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞതും CPM-ന്റെ അന്നത്തെ സെക്രട്ടറി പറഞ്ഞത് കേരള തൊഗാടിയാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞത്. എന്തിനാണ് നമ്മൾ നയം മാറ്റിയത്? വെള്ളാപ്പള്ളി നടേശൻ നയം മാറ്റിയില്ലല്ലോ. നമ്മൾ ഇടതുപക്ഷം എന്തിനാണ് നയം മാറ്റിയത്? അതുകൊണ്ട് കുനിഞ്ഞ ശിരസ്സോടുകൂടി തന്നെ വിനയത്തോടു കൂടി ഇപ്പൊ പറഞ്ഞതുപോലെ
ഞങ്ങൾക്ക് ഓക്കെ. നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായില്ല എന്നുള്ള വിനയത്തോടു കൂടി വേണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിന് ജനങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് ശരി. ഫേസ്ബുക്കിൽ എഴുതി, എന്തുകൊണ്ടാണ് ശ്രീ പത്മകുമാറിനെതിരെ വരുന്ന ഒറ്റ കാര്യങ്ങൾ, പത്മകുമാർ തെറ്റ് ചെയ്തു എന്നുള്ളതല്ല ആർഗ്യുമെന്റ്, അദ്ദേഹം ആ കുറ്റത്തിൽ പങ്കെടുത്തു എന്നുള്ളതല്ല, അദ്ദേഹത്തെ ഒരു ചുമതല ഏൽപ്പിച്ചു, വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല. അതിൽ നിന്ന് അദ്ദേഹത്തിന് ക്ഷീണം പറ്റിയല്ലോ. അതിന് ഈ നാട്ടിലെ മനുഷ്യരോട് ഒരു ഉത്തരവാദിത്തം പറയണ്ടേ? റൈറ്റ്. അപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. ഇത് പുതിയൊരു കാര്യമല്ല, വളരെ വൈഡ് മാർജിൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. വിനയത്തോടു കൂടി ആ തെറ്റ് അഡ്മിറ്റ് ചെയ്യും, മനുഷ്യരുടെ ഇടയ്ക്ക് തിരിച്ചു പോവുകയും ചെയ്യണം. ഞാൻ ഇതിനൊരു വിശദീകരണം ശ്രീ അനിൽകുമാർ, താങ്കൾ ഈ വിമർശനം കേട്ടിരിക്കുകയാണല്ലോ. ഇത് നമ്മുടെ നാട്ടിൽ ഇത് കാലാകാലങ്ങളായി നടന്നു വന്നൊരു ചർച്ചയാണ്. ഈ രണ്ട് വിഷയങ്ങൾ ഇപ്പോൾ അദ്ദേഹം ഉദാഹരിച്ച രണ്ടും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ CPM-ൻ്റെ വക്താക്കൾ എന്ന നിലയിൽ CPM എന്ന പാർട്ടിയും CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ വിശദീകരിച്ചുകൊണ്ടേയിരുന്നു CPM-ൻ്റെ ഇക്കാര്യത്തിലുള്ള കാഴ്ചപ്പാട്. പക്ഷേ എത്രയോ കാലം മുമ്പ് ജനങ്ങൾ മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യത്തിലേക്ക് ഇപ്പോൾ CPM എത്തുകയാണ്. അപ്പോൾ CPM നേതൃത്വത്തിന് ഇത് മനസ്സിലാകാനെടുത്ത ഈ കാലതാമസം എന്നതൊരു രാഷ്ട്രീയമായ പിശകോ പരാജയമോ അല്ലേ? അതാണ് ശ്രീ KJ ചൂണ്ടിക്കാട്ടിയത്. അല്ല, ഇടതുപക്ഷം കറയറ്റ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നവരെ എന്തെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തെക്കുറിച്ച് ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നു? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനൊരു വിഷയമുണ്ടോ? വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയുണ്ടോ? പക്ഷേ കേരള ചരിത്രത്തിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയത് 66 ലക്ഷം വോട്ടായിട്ട് കുറഞ്ഞത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. ഏത് മതനിരപേക്ഷതയിൽ വെള്ളം ചേർത്തിട്ടാണ്? അപ്പോൾ എന്തായിരുന്നു ആഖ്യാനം? നിങ്ങൾ മുസ്ലിം ന്യൂനപക്ഷത്തിന് വേണ്ടി വാദിക്കുന്നവരാണ് എന്ന ആഖ്യാനം ഉയർത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ തോണ്ടുന്ന പണിയാണ് വേറൊരു കൂട്ടർ ചെയ്തത്. അതിനാരാ നേതൃത്വം കൊടുത്തത്? കേരളത്തിലെ എല്ലാ വർഗീയ ശക്തികളും. അപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താണ് എന്ന കാര്യം തിരിച്ചറിയണ്ടേ? മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കാൻ തരത്തിൽ കേരളത്തിലെ എല്ലാ ശക്തികളും ഒരുമിച്ചതാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം മതനിരപേക്ഷതയെക്കുറിച്ച് കുറ്റം കൊള്ളാൻ. അങ്ങനെ കുറ്റം കൊള്ളുമ്പോൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ സംഭവം എന്താണ്? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയവാദം ഉപേക്ഷിച്ചു എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തി, VD സതീശനെത്തി. അങ്ങനെ ഒരാൾ, ഞാൻ നെഹ്റുവിൻ്റെ പിൻഗാമിയാണ്, പിന്നെ ആരാണ്, ഞങ്ങൾ ഇടതുപക്ഷമാണ്, ഒരാഖ്യാനം. മീഡിയ വൺ എടുത്ത പൊസിഷൻ എന്താ? ഇടതുപക്ഷമല്ലാതായി, ഇത് ഇടത് ഹിന്ദുത്വമാണ്. മോദിയുമായിട്ട് കൂട്ടുകൂടുന്നു എന്ന് ഇടതുപക്ഷത്തെക്കുറിച്ച് ആരോപിക്കുകയും കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ അന്വേഷണ ഏജൻസികളും പിണറായി വിജയനെ വേട്ടയാടുകയും ചെയ്യുന്ന ഇവിടെ നടക്കുകയാണ്. അതിന് കാരണം എന്താണ്? സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ മടിയിൽ വെക്കുന്നത് മൂടി വെക്കാൻ മാധ്യമങ്ങളുണ്ട്, ഹൈലൈറ്റ് ചെയ്യുന്ന വെള്ളാപ്പള്ളി മാത്രമാണ്. അത് മൂടി വെക്കപ്പെടുക, ഇത് ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. KM ഷാജി പറഞ്ഞു മതമാണ് പ്രശ്നം. തീർന്നില്ല കേട്ടോ. 10 കൊല്ലമായിട്ട് നഷ്ടപ്പെട്ടു പോയ അധികാരം ആ സമുദായത്തിന് തിരിച്ചു പിടിക്കാനാണ് വോട്ട്, ലീഗിന് വോട്ട്. കേരളത്തിൽ ആരെങ്കിലും ചർച്ച ചെയ്തോ? സതീശൻ തള്ളിപ്പറഞ്ഞോ? അപ്പോൾ എന്താ അത് ഹൈലൈറ്റ് ചെയ്യാത്തത്? വെള്ളാപ്പള്ളി അസ്വീകാര്യമായ പ്രസ്താവന പറഞ്ഞു, അസ്വീകാര്യമായതിനെ അസ്വീകാര്യമാണെന്ന് CPM പറഞ്ഞു, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന. പക്ഷേ അതിനെ ആ ഗൗരവത്തിൽ പറഞ്ഞാൽ പോരായിരുന്നു, കുറച്ചുകൂടി ശക്തമായ ഗൗരവത്തിൽ പറയണമായിരുന്നു. അതാണ് ഇപ്പോഴത്തെ സ്വയംപ്രസനം. പറഞ്ഞില്ല എന്നല്ല. പക്ഷെ കേരളത്തിൻ്റെ മതനിരപേക്ഷതയുടെ കുത്തക അപ്പുറം പോയോ? അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസം മുസ്ലിം ലീഗിന്, ഹയർ സെക്കൻഡറി വരെ ലീഗ് ഭരിക്കുന്നു. സർവകലാശാലകൾ BJPക്ക്. അതല്ലേ ഇപ്പോൾ കാവുകൽക്കരിക്കപ്പെടുന്ന ഗവർണർക്ക് കൊടുത്തിരിക്കുകയല്ലേ, പാട്ടത്തിന് കൊടുത്തിരിക്കുകയല്ലേ? മതേതരത്വമാണോ? സതീശൻ മിണ്ടുന്നുണ്ടോ? നമ്മളൊരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി എന്തെല്ലാം മാജിക്ക് കാണിച്ചു, അത് മതേതരത്വം ധരിക്കണ്ട. അന്ന്
RSSുമായും BJP ആയിട്ടുള്ള ഈ ബന്ധം വളരെ സമൃദ്ധമായി മറച്ചു വെക്കാനായി. ഇനി ശബരിമല, യഥാർത്ഥത്തിൽ ശബരിമലയിലെ സ്വർണം സംഭവത്തിനകത്ത് ഇടതുപക്ഷത്തിന് എന്താ പങ്ക്? അവിടെ കൊണ്ടുവന്നു പോയിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അപ്പറയാണെന്ന് അറിയാത്ത ആരാ ഉള്ളത്? തന്ത്രി വരെയുള്ളവരുടെ ബന്ധങ്ങൾ. അപ്പോൾ അത് ഇടതുപക്ഷത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാക്കി ന്യൂനീകരിച്ച് എങ്ങനെയാണ് മാധ്യമങ്ങൾ? അപ്പോൾ ഇതാകെ കുറ്റവാളികൾ ഇടതുപക്ഷമായി തീരുന്നത് എങ്ങനെയാണ്? അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ മതേതരത്വത്തെ തകർത്തു. കേരളത്തിലെ മാധ്യമങ്ങൾ സത്യസന്ധമായി എന്താണോ ജനങ്ങളുടെ മുന്നിൽ എത്തേണ്ടത് അതല്ല എത്തിച്ചത്. അതിനൊക്കെ ഇരയായി തീരുക എന്ന് പറയുന്നത് ഒരു ഭരണഭാരത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതോടൊത്തൊരു കുണ്ഠിതവും ഇല്ല. 2 തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടി. അതായത് തെരഞ്ഞെടുപ്പുകൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന അടവു നയത്തിൽ പാളിച്ചകൾ സംഭവിച്ചോ CPIM-ന്? ഞാൻ അതുകൂടി കേട്ടുകൊണ്ട് ഞാൻ അവരിലേക്ക് കൂടി പോവാം. അല്ലല്ല, ഒരടവ് നയത്തിൻ്റെ പ്രശ്നമില്ല. 10 കൊല്ലം വർഗീയ കലാപം ഇല്ലായിരുന്നു, അതാണ് നേട്ടം. ഒരു വർഗീയ ശക്തിയും തലപൊക്കാൻ സമ്മതിച്ചിട്ടില്ല. കുറേ പേര് നാക്കിട്ടടിച്ചു. നാക്കിട്ടടിച്ചവരെല്ലാം അതേപോലെ നാക്കുകൊണ്ട് ഇടതുപക്ഷം എതിരിട്ടില്ല എന്നാണ് വിമർശനം. ഈ എതിരിട്ട സതീശനോ തർക്കമില്ല. എന്താ പറയുന്നത്? അല്ല, എനിക്ക് എന്താണ് ചെന്നിത്തല പറയുന്നത്? അപ്പൊ എന്താണ് പ്രശ്നം? ഇതൊക്കെ തട്ടിപ്പല്ലേ? CPIM-ന്റെ പ്രതിനിധിയായി തട്ടിപ്പല്ലേ? കോൺഗ്രസ്സുകാരുടെ തട്ടിപ്പല്ലേ? യെസ് ഞാൻ ഒന്ന് കേൾക്കും. അതായത് താങ്കൾക്കോ ശ്രീ KJ ജേക്കബിനോ ശ്രീ A സജീവനോ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ ആ UDF സർക്കാർ പോകുന്ന ആ സഞ്ചാര വഴിയിൽ ഈ താങ്കൾ ഉന്നയിച്ച സംശയങ്ങൾ, സംഘ്പരിവാറിന് കിട്ടുന്ന വലിയ സ്വീകാര്യത, അവർക്കും വലിയ സ്വീകാര്യത എന്നതിലൊന്നും ഏതെങ്കിലും ഒരു വിയോജിപ്പോ തർക്കമോ ഉള്ള ആളുകളല്ല ഈ ഇരിക്കുന്നവരാരും. പക്ഷേ അതിനു മുമ്പ് തെരഞ്ഞെടുപ്പിലേക്കൊരു തോൽവി CPIM-ന് സംഭവിച്ചതുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ അതാണിപ്പോൾ ശ്രീ KJ പറഞ്ഞ വിമർശനത്തിന് താങ്കളൊരു മറുപടി, ഒരു വിശദീകരണം പറഞ്ഞു വെച്ചത്. ഞാൻ ശ്രീ സജീവനിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം അല്പം നേരത്തെ പോകുമെന്ന് പറഞ്ഞിരുന്നു 8:30 അതുകൊണ്ടാണ് ശ്രീ സജീവൻ ഞാനൊന്ന് വരാം. ഒരു കാര്യം കൂടി, ഇപ്പോൾ KJ നേരത്തെ ശ്രീ അനിൽകുമാർ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയുടെ കാലം ഓർമ്മിപ്പിച്ചു. ശരിയാണ്, അന്ന് ഇത്തരമൊരു ആക്ഷേപം ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത വർഷം വരുമ്പോഴേക്ക് നേരെ മറ്റൊരു തരത്തിലേക്ക് ഹിന്ദുത്വ ഡീല് അല്ലെങ്കിൽ BJP ഡീല് എന്ന് പറയുന്ന പുതിയൊരു ആഖ്യാനത്തിലേക്ക് CPIM-നെ കൊണ്ടുവിടുകയാണ്. കേരളത്തിലെ വളരെ ശക്തവും സജീവവുമായ മാർക്സിസ്റ്റ് വിരുദ്ധത അതിൻ്റെ എല്ലാ തരത്തിലും കെണിയൊരുക്കി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ട് 21-ന് ശേഷം നമ്മളത് തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നു. സർക്കാർ മികവോടെ പോകുമ്പോഴും ഈ തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരം വെല്ലുവിളികളെ CPIM നേരിടുന്നു. അവിടെയാണ് അദ്ദേഹം 24-നെ ഉദാഹരിച്ചത്. 25-ൽ താങ്കളടക്കം ഇത് പറയുമ്പോൾ CPIM അത് അംഗീകരിക്കുമ്പോൾ തന്നെ 24-ൽ ഇതായിരുന്നില്ലല്ലോ സ്ഥിതി. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ മുഴുവൻ ചർച്ചയിൽ ഇരുന്നേനെ. കാരണം ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ചർച്ചയാണ്. പക്ഷെ എനിക്ക് പണിയുടെ തിരക്കുള്ളത് കൊണ്ട് മാത്രം ഞാൻ നേരത്തെ പോകുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇരുന്നിരുന്നേനെ. ഇതിൻ്റെ അകത്തുള്ള ലോക്സഭയിലെ തെരഞ്ഞെടുപ്പിൽ ഒരു പാറ്റേൺ ഉണ്ട്, നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പിൽ ഒരു പാറ്റേൺ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്ന് മാത്രമല്ല, ഇപ്പൊ ഈ CPIM-ന്റെ ഇപ്പൊ ശ്രീ അനിൽകുമാർ പറഞ്ഞതിൻ്റെ അകത്ത് നിന്നും വായിക്കുന്നതും CPIM-ന്റെ ഒരു അസസ്മെന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നതുമായ കാര്യം ഇതാണ്. അതിൻ്റെ അകത്തു നിന്നും എൻ്റെ ഒരു നിരീക്ഷണം എന്നുള്ളത്, കേരളത്തിലെ 2 വലിയ സമുദായങ്ങളെ വേണ്ട പോലെ മനസ്സിലാക്കാൻ CPIM പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയും. അത് മുസ്ലിം സമുദായത്തെയും ഈഴവ സമുദായത്തിൽ നിന്നും ഈ പറയുന്നത് പോലെ 2024-ൽ വോട്ട് പോയിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിൽ നിന്ന് വോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് മതനിരപേക്ഷതയിൽ ഉറച്ചു നിന്ന് അവരോട് സംസാരിക്കാൻ. തെരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ലല്ലോ ഒരു കമ്മ്യൂണിസ്റ്റ്. എൻ്റെ പ്രശ്നം അതാണ്. ഞാനിത് എഴുതുമ്പം ഞാൻ പറയുന്നത് ജയിച്ചാലും തോറ്റാലും പറയാൻ രാഷ്ട്രീയം വേണമെന്നുള്ളതാണ് എൻ്റെ ബലമായ സംശയം. CPIM-നെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ LDF-നെ സംബന്ധിച്ചിടത്തോളം സെക്യുലർ പ്ലാറ്റ്ഫോം അതിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് ഭയപ്പെടുന്ന ആളാണ് ഞാൻ. അതപ്പുറത്ത് നിങ്ങൾ ഈ പറയുന്നത് ഒക്കെ ശരിയാണ്. UDF-ന് എന്തുതരം ഇമ്മ്യൂണിറ്റി ആണ് ഉള്ളത് എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ അന്തം വിടും. ഇപ്പൊ സർവകലാശാലകൾ SFI പിള്ളേര് LDF ഭരിക്കുമ്പോഴും അവർ വഴിയിൽ നിന്ന് തല്ലി മേടിക്കുകയാണ്. ഇപ്പോഴും അവർ തല്ലി മേടിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് RSSന്റെ ഐഡിയോളജിയെ, ഹിന്ദുത്വ ഐഡിയോളജിയെ മാറ്റി നിർത്താൻ വേണ്ടി അവർ കണ്ടിന്യൂസ് ആയിട്ട് തെരുവിലാണ്. VD സതീശന്റെ ഉന്നത വിദ്യാഭ്യാസ പദ്ധതിക്ക് യാതൊരു ടെൻഷനും ഇല്ല. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ
അവിടേക്ക് അശോകൻ വരുന്നത് അതൊരു അശോക് ഒരു ഡെഡ്ലി കോംബോ സെക്രട്ടറിയാണ്. എന്ന് SFI പറയുന്നതിൽ ഒരുപാട് അർത്ഥമുണ്ടെന്ന് ആളുകൾക്ക് ചിന്തിക്കുന്നവർക്ക് തോന്നുന്ന ഒരുപാട് എനിക്ക് കാര്യങ്ങൾ എനിക്ക് അതിലുണ്ട് എനിക്ക് തന്നെ. സെക്രട്ടറി അല്ല പ്രശ്നം. എനിക്ക് സെക്രട്ടറി അല്ല, എനിക്ക് മന്ത്രിയാണ് പ്രശ്നം. സെക്രട്ടറി അല്ല. കോമ്പിനേഷൻ അങ്ങനെ മന്ത്രി പറയുന്നു വരികയാണല്ലോ. ഞങ്ങൾ ഗവർണറുമായി അത് ശരിയാണ്. പക്ഷേ മന്ത്രിയാണ് പ്രശ്നം. മന്ത്രിയും സർക്കാരിന്റെ നയവുമാണ് പ്രശ്നം. മന്ത്രി പറയുന്നു ഞങ്ങൾ ഗവർണറുമായി ഏറ്റുമുട്ടലില്ല എന്ന്. ഏത് ഗവർണറുമായിട്ട് ഏറ്റുമുട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നത്? കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളിലും സംഘപരിവാറിന്റെ ആളുകളെ നിരന്തരം നിശ്ചയിച്ചു കൊണ്ടിരിക്കുന്ന, സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിട്ട് നിയമമാക്കാത്ത, ഇതുമായി ബന്ധപ്പെട്ട് സർവകലാശാലകളിലെ നിയമനങ്ങളിൽ, വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങളിൽ ഒരു കാരണവശാലും സംസ്ഥാന സർക്കാരിന് ഒരു സേയും കൊടുക്കാത്ത ഗവർണറുമായി ഏറ്റുമുട്ടലില്ല എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയാണ് എൻ്റെ പ്രശ്നം. അദ്ദേഹത്തിന്റെ സെക്രട്ടറി അല്ല. അതായത് UDF സർക്കാരിന്റെ നയമാണ് പ്രശ്നം. അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയാം, UDFന്റെ വീഴ്ചകളിൽ നിന്നും LDFന് അഡ്വാൻറ്റേജ് കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അഡ്വാൻറ്റേജ് കിട്ടുമായിരുന്നെങ്കിൽ നിങ്ങൾ നോക്കൂ, ലോകത്തിൽ ഇല്ലാത്ത വിധത്തിൽ ഒരു റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് സംഘടിപ്പിച്ച വയനാട്ടിൽ 3 സീറ്റിലാണ് LDF തോറ്റത്. എങ്ങനെ തോറ്റു? രാഷ്ട്രീയമാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ശ്രീ കെ നയനാരുടെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം ശ്രീ ബ്രിട്ടാസുമായിട്ട് ഉള്ളത് കണ്ടു. ഭരണം മാത്രം പോരാ, അതൊരു നെസസറി കണ്ടീഷനാണ്. സഫീഷ്യന്റ് കണ്ടീഷൻ ആകണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം വേണം, സെക്യുലർ. ഇത് വളരെ സീരിയസ് ആയിട്ട് പ്രശ്നമാണ്. ഞാൻ മലബാറിൽ കൂടി തെരഞ്ഞെടുപ്പ് സമയത്ത് യാത്ര ചെയ്തപ്പോൾ മുസ്ലിം ലീഗുകാരനായ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ LDF CPM ഇത് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചാണ് റെഫറൻസ്. മുസ്ലിം ലീഗുകാരനാണ്, മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകനാണ്, വളരെ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരനാണ്. അയാൾ ഒരിക്കലും LDFന് വോട്ട് ചെയ്യില്ല. പക്ഷേ LDFന് ഒരു വിശ്വാസമുണ്ട്. CPMന്റെ രാഷ്ട്രീയത്തിൽ അവർക്കൊക്കെ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം കോംപ്രമൈസ് ചെയ്തു. CPM കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ആ വോട്ടിന്റെ പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ച് അത് വോട്ട് കിട്ടി അധികാരത്തിൽ വരിക എന്നുള്ളതല്ല. CPM മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമുക്കൊക്കെ അങ്ങോട്ട് നോക്കാൻ ഒരു രാഷ്ട്രീയമുണ്ട്. കോൺഗ്രസ് വന്നാലും പോയാലും എവിടെ വരെ പോകുന്നത് നമുക്കറിയാം. ഇടതുപക്ഷ രാഷ്ട്രീയം മാത്രമാണ് കേരളത്തിലെ സാധാരണ മനുഷ്യന് നോക്കാനുള്ള ആ രാഷ്ട്രീയം. അത് ഇതിനെ കുറ്റം പറയല്ല. ഞാൻ വളരെ ഓണസ്റ്റായിട്ട് CPM സംസ്ഥാന കമ്മിറ്റി തുടങ്ങി അതിൻ്റെ ബ്രാഞ്ച് വരെയുള്ള മനുഷ്യർ വളരെ സീരിയസ് ആയിട്ട് ഇൻട്രോസ്പെക്ഷൻ നടത്തുന്നു. അവരവിടെ രാഷ്ട്രീയം തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ആ കാര്യത്തിൽ, കാരണം ഞാൻ സംസാരിക്കുന്ന ബ്രാഞ്ച് അംഗങ്ങളായ മനുഷ്യർ, എന്നോട് സംസാരിക്കുന്ന മനുഷ്യർ, അവർക്ക് ആ പാർട്ടി തിരിച്ചു വിടണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവുമില്ല. ഇതൊരു ഗംഭീര എക്സർസൈസാണ്. ഇതിന്റെ സന്ദേശം പാർട്ടിയുടെ ഉയർന്ന നേതൃത്വം മനസ്സിലാക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരും ഏറ്റവും ഈ ബ്രാഞ്ച് തലത്തിൽ നിന്നൊക്കെ വന്ന ആൾക്കാരൊക്കെ തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് അവർക്കിത് പറഞ്ഞാൽ മനസ്സിലാവും. അവർക്ക് രാഷ്ട്രീയം തിരികെ കിട്ടും. CPM അതിന്റെ കൂട്ടായ നേതൃത്വം എന്നുള്ള അടിസ്ഥാന സംഘടന തത്വത്തിലേക്ക് തിരിച്ചു പോകും. CPM വലിയ തോതിൽ തിരിച്ചു വരും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായും ആ നിലയിലൊരു സംഘടനാ നടപടികൾ, അതിന് പുതു രീതികളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് CPM അതിലേക്ക്, ആ പ്രോസസ്സിലേക്ക് ഇനിയും മുന്നോട്ട് പോകുന്നത്. അതേക്കുറിച്ചാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വിശദീകരിച്ചത്. ഞാൻ ശ്രീ A സജീവനിലേക്ക്. ശ്രീ സജീവൻ, നേരത്തെ ഇതിപ്പോൾ എല്ലാവരെയും കേൾക്കുന്ന ഒരു സമയമാണ് CPMനെ സംബന്ധിച്ച്. അതിപ്പോൾ മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമൊക്കെ ആ അവസരം ഒരുങ്ങുന്നത്. അതുകൊണ്ട് ഈ ചർച്ചയിലും ശ്രീ K അനിൽകുമാർ കേൾക്കട്ടെ നിങ്ങളൊക്കെ എന്താണ് പറയുന്നത്. അത് വെച്ച് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ മറുപടിയോ വിശദീകരണവും നമ്മൾക്ക് കേൾക്കുകയും ചെയ്യാം. ഇപ്പോഴത്തെ ഈ റിവ്യൂ റിപ്പോർട്ട്, അതുമായി ബന്ധപ്പെട്ടാണല്ലോ ഇന്ന് സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചത്. താങ്കളുടെ ഒരു റിവ്യൂ അതുമായി ബന്ധപ്പെട്ട് പൊതുവിൽ എങ്ങനെയാണ് എന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. രണ്ടാമത്തത്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ PM ശ്രീ, വെള്ളാപ്പള്ളി, ഇത്തരം ചില അതാത് സമയങ്ങളിൽ വന്നിട്ടുള്ള ചില ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. അതിനു മുമ്പ് പൂരം, അതിനുള്ളിൽ ADGP അജിത് കുമാർ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചില ഓരോരോ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേരളത്തിൽ വളരെ സംഘടിതമായി കോൺഗ്രസും ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഇവരെല്ലാം ചേർന്ന് CPMന് നേരെ ഒരു BJP ഡീലിൻ്റെ ഒരു ആരോപണത്തിൻ്റെ ഒരു പുകമറ സൃഷ്ടിച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. അത് ആ ഘട്ടത്തിലൊക്കെ CPM വിശദീകരിച്ചു പോവുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിക്ക് ശേഷം ഇപ്പോൾ അതടക്കമുള്ള വിഷയങ്ങളിൽ വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ശ്രീ KJ ജേക്കബ് പറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ വളരെ ഉറച്ച മതനിരപേക്ഷ പ്ലാറ്റ്ഫോം, ജനങ്ങളിൽ അതിലുള്ള അചഞ്ചലമായ വിശ്വാസം, അതാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കൈമുതൽ. അതിനെ ചോദ്യം ചെയ്യാൻ പറ്റും വിധത്തിലേക്കുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ആദ്യം ശ്രമിച്ചത്. അതിൽ നിന്നാണ് അവരൊരു വിജയത്തിലേക്ക് വരെ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനൊരു അന്തരീക്ഷത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്
ആ തോൽവിയിൽ നിന്ന് ആ ഘടകങ്ങൾ വേർതിരിച്ചെടുത്ത് അത് തുറന്നു പറഞ്ഞുകൊണ്ട് ശരിയായി തന്നെ തുറന്നു ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ടാണോ CPM മുന്നോട്ട് പോകുന്നത്? തോൽവിക്ക് ആധാരമായ ഘടകങ്ങളെ വളരെ ഓപ്പണായി തന്നെ ജനങ്ങളോട് സംസാരിക്കാൻ, അതേക്കുറിച്ച് സംസാരിക്കാൻ CPM ഇപ്പോൾ ശ്രമിച്ചിട്ടുണ്ടോ, നടന്നിട്ടുണ്ടോ? എന്താണ് താങ്കളുടെ റിവ്യൂ? തീർച്ചയായിട്ടും ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ വ്യത്യസ്തമായിട്ട് പറ്റിപ്പോയ ചില തെറ്റുകളെ കുറിച്ച് CPM ഏറ്റുപറയുന്നു. ഞാൻ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക. ഏറ്റുപറയുന്നു എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അതേ സമയത്ത് ഇപ്പോൾ അനിൽകുമാർ സംസാരിച്ചപ്പോൾ പോലും മാധ്യമങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു, UDF ഇങ്ങനെയൊക്കെ ചെയ്തു, അല്ലെങ്കിൽ BJP ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്നതുകൊണ്ട് അത് അവർ ചെയ്യും. കാരണം അവരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കരുത് ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയോ മുന്നണികളുടെയോ ഒക്കെ പ്രവർത്തനം. അത് സത്യത്തിൽ തങ്ങളുടെ നയത്തിനും തങ്ങളുടെ ആദർശത്തിനും നിലപാടിനും ഒക്കെ അതിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം. ഇപ്പോഴും എന്തുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്? അന്ന് ഇതേപോലെ വെള്ളാപ്പള്ളി സംസാരിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് അന്നത്തെ കാര്യം എന്തുകൊണ്ട് തോറ്റു? നമ്മുടെ ഒരു സിനിമയുടെ ചോദ്യം പോലെ എന്തുകൊണ്ട് തോറ്റു എന്നതിന് കൃത്യമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് പോകണം. അത് പോകാറില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം. അത് ശരിയാ. ഒരു വിമർശനവും സ്വയം വിമർശനവും വേണമെന്ന് പറയുമ്പോൾ പോലും വിമർശനത്തിന് അപ്പുറത്തേക്ക് സ്വയം വിമർശനം, യഥാർത്ഥത്തിലുള്ള സ്വയം വിമർശനത്തിലേക്ക് പോകുന്നില്ല എന്നുള്ള എൻ്റെ ഒരു പരാതിയായിട്ട് തന്നെ എടുക്കുക. കാരണം ഇത് ഇടതുപക്ഷം തകരരുത്, CPM തകരരുതെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അത് കൃത്യമായിട്ട് നടക്കുന്നില്ല. സത്യത്തിൽ ഈ മാധ്യമങ്ങളോ അല്ലെങ്കിൽ UDF BJP ഒക്കെ എടുക്കുന്ന നിലപാടുകളെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് ഇത്രയും ഇതുവരെ ചെയ്ത കാര്യങ്ങൾ? ഇപ്പോ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ അദ്ദേഹം ഏത് കാലത്ത് തുടങ്ങിയിട്ടാണ് ഈ വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്? ശ്രീനാരായണ ഗുരു തള്ളിപ്പറഞ്ഞ പ്രസ്ഥാനമാണ് SNDP യോഗം. ശ്രീനാരായണ ഗുരു പത്രപരസ്യം തള്ളിപ്പറയാൻ മാത്രമല്ല, എനിക്കിതുമായി ബന്ധമില്ല എന്ന് പത്രപരസ്യം കൊടുത്തതാണ്. ഇവരെ പേടിച്ച് ശ്രീനാരായണ ഗുരു ആദ്യം തമിഴ്നാട്ടിലേക്കും അത് കഴിഞ്ഞ് ശ്രീലങ്കയിലേക്കും ഒളിച്ചോടിയതല്ല, അദ്ദേഹം ഇവിടെ ഓടിപ്പോയതാണ്. അങ്ങനെയുള്ളൊരു ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ പരമാവധി വർഗീയമാക്കാൻ, ആദ്യമേ തന്നെ അത് വർഗീയമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. അതിനെ പരമാവധി വർഗീയമാക്കാൻ ശ്രമിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. ഈ പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് വെള്ളാപ്പള്ളിയുടെ ഏറ്റവും വലിയ വിനോദം എന്ന് പറയുന്നത് CPM-നെ ഭീകരമായിട്ട് ആക്രമിക്കലായിരുന്നു. അന്ന് ശക്തമാണ്. ഞാനിപ്പോഴും ഓർക്കുന്ന എൻ്റെ ഒരു പുസ്തകം, ഈ ഗുരു മുറുപ്പ് എന്ന ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള പുസ്തകമുണ്ട്. അതിന്റെ പ്രകാശനം നടത്തിയിട്ടുള്ള പ്രകാശന പ്രസംഗത്തിൽ പിണറായി അതിരൂക്ഷമാണ്. അതിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ 1 മണിക്കൂറിലേറെ അദ്ദേഹം സംസാരിച്ചു. അതിനുശേഷമാണ് വെള്ളാപ്പള്ളി പിന്നീട് അങ്ങനെ ഒന്ന് അടങ്ങാൻ, അതിനുശേഷമാണ് രൂക്ഷമായ പ്രതികരണങ്ങൾ പിണറായിയുടെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം വെള്ളാപ്പള്ളി തിരിഞ്ഞു. മൈക്രോ ഫിനാൻസുമായിട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട എത്ര പരാതികൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും അതിൽ മറച്ചു വെക്കാനും ഒക്കെ ഉള്ളതാണല്ലോ ആ ആക്ഷേപം ഉണ്ടായിരുന്നു. അദ്ദേഹം അത് അങ്ങനെ നിന്നു. ആ സമയത്തും ഈ വ്യക്തിയെ കുറിച്ച് പറയേണ്ടത് അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കേണ്ടായിരുന്നില്ലേ? ഏറ്റവും മഞ്ചേരിയിലെ പ്രസംഗത്തെ കുറിച്ച് ഇപ്പൊ അദ്ദേഹം അന്ന് മഞ്ചേരി പ്രസംഗത്തെ തള്ളി പറഞ്ഞു എന്നാണ് ഇവിടെ അനിൽകുമാർ പറയുന്നത്. മഞ്ചേരി പ്രസംഗത്തെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ച ആളുകളുടെ പേര് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം, ഇടതുപക്ഷത്തു നിന്നുള്ള. അതായത് അദ്ദേഹം ലീഗിനെയാണ് പറഞ്ഞത്, മുസ്ലിം സമുദായത്തെ അല്ല. അത് പറഞ്ഞതിന് ശേഷമാണ് വെള്ളാപ്പള്ളി പിന്നീട് അങ്ങനെ രീതിയിലാണ് നിലപാട് മാറ്റിയത്. പക്ഷെ അദ്ദേഹം സംസാരിച്ച ഓരോ വാക്കും എന്തായിരുന്നു? അന്ന് അതിശക്തമായിട്ട് പല്ലും നഖവും ഉപയോഗിച്ച് അദ്ദേഹത്തെ തള്ളി പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. 2016 LDF അധികാരത്തിൽ വന്ന് വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയോട് കൂടിയിട്ടൊന്നുമല്ല, വെള്ളാപ്പള്ളി നടേശനെതിരായിരുന്നല്ലോ. എന്നിട്ട് അധികാരത്തിൽ വന്നു. 2021 നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ 8 സീറ്റ് കൂടുതൽ കിട്ടിയത് എങ്ങനെയാണ്? ഞാനപ്പോ ഈ സുന്നികളുടെ കൂടെ EK വിഭാഗത്തിന് കൂടെ ഉണ്ടായിരുന്നു ഞാൻ പറയാണ്. അവർ പരിപൂർണമായിട്ട് പരസ്യമായിട്ട് കോഴിക്കോട്ട് മുഖ്യമന്ത്രി വന്ന ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി ഓരോ ജില്ലയിലും പോയിരുന്നല്ലോ. അന്ന് അതിന്റെ ഒരു നേതാവ്, അതിന്റെ മുഷാവറ അംഗം അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഈ മുഖ്യമന്ത്രിയോടോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടോ ഒന്നും എതിർപ്പില്ല എന്ന് പറഞ്ഞാണ്.
അപ്പൊ അവരുടെയൊക്കെ അങ്ങനെ ഉള്ള പിന്തുണ കിട്ടിക്കൊണ്ടിരുന്ന, കാരണം അവരുടെയൊക്കെ ആ വിശ്വാസം പൂർണ്ണമായിട്ടും തകരുന്നത് ഞാൻ ഈ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് ശേഷം ഈ CPM നേതാക്കന്മാരുടെ പ്രതികരണം വളരെ എന്താണ് ലോ പ്രൊഫൈലായ സമയത്ത് കണ്ടതാണ്. അപ്പൊ അതാണ് ഈ വീഴ്ചകൾ ഓരോന്നും ഉണ്ടാകുമ്പോൾ. ഇപ്പൊ ശബരിമലയുടെ കാര്യം പറഞ്ഞു. ശബരിമലയുടെ കാര്യത്തിൽ അന്ന് ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ആർക്കൊക്കെ പങ്കുണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഇപ്പോഴും നമുക്കറിയില്ല. പക്ഷെ അറസ്റ്റിലായ രണ്ടുപേര്, ആ രണ്ടുപേര് തള്ളിപ്പറയുന്നില്ല. പക്ഷേ സാങ്കേതികമായെങ്കിലും പോലും അവർക്കെതിരെ ഒരു വാക്ക് പറയേണ്ടായിരുന്നു. അവർ ന്യായീകരിച്ചു. ഇതേപോലെ കുറെ പ്രശ്നങ്ങളുണ്ട്. സത്യത്തിൽ വിമർശനത്തിനേക്കാൾ കൂടുതൽ സ്വയം വിമർശനത്തിലേക്ക് പോകേണ്ട അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം നമ്മൾ കാണേണ്ട, ഇപ്പൊ നേരത്തെ അനിൽകുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ശരിയാണ് അത് പറഞ്ഞത്. ബേസ് CPM-ന്റെ ബേസ്, LDF-ന്റെ ബേസ് തകർന്നിട്ടൊന്നുമില്ല, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ 102 സീറ്റ് അപ്പുറത്ത് കിട്ടുന്നതിന് കാരണം എന്താണ്? ഇവിടെ ബേസ് തകർന്നില്ലെങ്കിൽ പോലും അപ്പുറത്ത് 102 സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 10% ആണെങ്കിലും അതല്ലാതെ, കാരണം ഈ നിലപാടുകൾ നോക്കിയിട്ട്, ആദർശം നോക്കിയിട്ട്, നയങ്ങൾ നോക്കിയിട്ടൊക്കെ തീരുമാനം എടുക്കുന്നവരുണ്ട്, ഒരു നിഷ്പക്ഷ വിഭാഗം. ആ വിഭാഗത്തിന്റെ പിന്തുണ കൂടി വേണം തങ്ങൾക്ക് ജയിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാവണം. അങ്ങനെ നിലപാടിലേക്ക് പോയി. ഞാനതൊക്കെ പറയുന്നത് ഇതൊരു തുറന്ന ചർച്ചയാണെന്നുകൊണ്ട് കൂടിയാണ്. കാരണം ഇത് ഉൾക്കൊള്ളണം. കാരണം പലപ്പോഴും ഇത് നേതാക്കന്മാരുടെ അടുത്ത് പറയുക എന്ന് പറയുന്നത് അനിവാര്യമായ കാര്യമാണ്. അത് ഉൾക്കൊണ്ട് മാറിയാൽ മാത്രമേ ശരി. അതേക്കുറിച്ച് ശ്രീ അനിൽകുമാർ, അതിപ്പോൾ പാർട്ടി ഘടകങ്ങളിൽ മാത്രമല്ല, പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാത്രമല്ല, പൊതുജനങ്ങളിൽ നിന്ന് ആകെ ഒരു എന്താണ് ഈ തോൽവിയെക്കുറിച്ച് പറയാനുള്ളത് എന്നോ അവർക്ക് പറയാനുള്ളത് അറിയാൻ പാർട്ടി നിൽക്കുന്നു എന്നുകൂടിയാണല്ലോ പാർട്ടി തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത്തരം ചർച്ചകളിൽ നിന്ന് വരുന്ന ഇത്തരം എല്ലാ ചർച്ചകളൊന്നും ഞാൻ പറയില്ല, പ്രത്യേക താല്പര്യത്തോടെ രൂപപ്പെടുത്തുന്ന ചർച്ചകളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. ഇത്തരത്തിൽ ഇടതുപക്ഷത്തെ വളരെ സൂക്ഷ്മമായി ഉള്ളടക്കത്തിൽ നിന്ന് വിമർശിക്കുന്ന ആളുകൾ പറയുന്ന ഈ വിഷയങ്ങൾ, അതിൻ്റെ ഗൗരവം, അതിൽ സ്വയം വിമർശനമാണ് കൂടുതൽ വേണ്ടത്. അപ്പോഴും രാഷ്ട്രീയ എതിരാളികളെയും മാധ്യമങ്ങളെയും നോക്കി വിമർശിക്കുന്നതിനപ്പുറം സ്വയം വിമർശനം വേണം എന്നാണ് ശ്രീ സജീവൻ പറഞ്ഞു വെച്ചത്. ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ കാര്യം ആവർത്തിക്കുന്നില്ല, വെള്ളാപ്പള്ളിയുടെ കാര്യമാവട്ടെ, പത്മകുമാറിൻ്റെ കാര്യമാവട്ടെ, ഇതിലൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് സമൂഹത്തിൽ നടക്കുന്നത് എന്ന് വിലയിരുത്തി അതിനനുസരിച്ച് ആ കാലത്ത്, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ അതിനനുസരിച്ച് തീരുമാനമെടുക്കാൻ കഴിയേണ്ടതായിരുന്നു എന്നൊരു പ്രശ്നം ഇപ്പോഴത്തെ ഈ തീരുമാനം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വിലയിരുത്തൽ നടത്തുമ്പോൾ അത് കൂടുതൽ പ്രസക്തമാവുകയില്ലേ? അന്ന് ജനങ്ങളൊക്കെ പറഞ്ഞത് ഇപ്പോൾ CPM ശരിവെക്കുന്നു, അല്ലെങ്കിൽ അത്തരം ഒരു പ്രചാരണം അന്ന് കാര്യമായിട്ടുണ്ടായി, പത്മകുമാറിൻ്റെയൊക്കെ കാര്യത്തിൽ ആ പ്രചാരണം ഏശി എന്നിപ്പോൾ സമ്മതിക്കുന്നതിനകത്ത് ആ പ്രശ്നമില്ലേ? രണ്ട്, ഭരണ മികവ് എന്നത് CPM വിലയിരുത്തുമ്പോൾ തന്നെ ഇപ്പോൾ വിവിധ ഘടകങ്ങൾ, ഇപ്പോൾ ജില്ലാ കമ്മിറ്റികളും ഒക്കെ ചേരുന്ന സമയത്ത് അതിൽ നിന്ന് ഈ മാധ്യമങ്ങൾ ഉൽപ്പാദിപ്പിച്ച ഒരുപാട് വാർത്തകളുണ്ട്. ഒരു ആധികാരികതയും ഇല്ലാതെ അവിടെ നടന്ന ചർച്ചകൾ, ജില്ലാ കമ്മിറ്റികളിൽ നടന്ന ചർച്ചകൾ എന്ന നിലയിൽ അത് മുഖ്യമന്ത്രിയിലേക്കും പാർട്ടി സെക്രട്ടേറിയറ്റിലേക്കും ഒക്കെ എത്തിക്കുന്ന, അവരെ കേന്ദ്രീകരിക്കും വിധത്തിൽ ഈ ജില്ലാ കമ്മിറ്റികളിലൊക്കെ ചർച്ച നടക്കുന്നു എന്നായിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരം പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ എന്താണ്? നേതാക്കളുടെ ഉത്തരവാദിത്തം, അവരുടെ റോള്, ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതും വസ്തുതയും തമ്മിലുള്ള ഒരു വ്യത്യാസം എത്രമാത്രമുണ്ട്? ഏതാണ് ശരി എന്നതിനെ സംബന്ധിച്ച് CPM എന്തു പറയും? അല്ല, സ്വാഭാവികമായും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ സർക്കാരിന് നേതൃത്വം കൊടുത്തവർ, പാർട്ടിക്ക് നേതൃത്വം കൊടുത്തവർ, പാർട്ടിയിലെ ഓരോ തലങ്ങളിലുള്ള സഖാക്കൾ, ഇവരാകെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഈ 10 കൊല്ലത്തെ പ്രവർത്തനങ്ങൾക്കിടയിലും ചെയ്ത 100 നന്മകൾ പോലെ തന്നെ പ്രവർത്തനങ്ങളിലെ പോരായ്മകളും ചർച്ച ചെയ്യപ്പെടും. അതിങ്ങനെ ആകാൻ പാടില്ലായിരുന്നു എന്നൊരു സഖാവിന് പറയുന്നതിനൊരു തെറ്റുമില്ല. ആരും വിമർശനത്തിന് അതീതരല്ല, എല്ലാവരും വിമർശന വിധേയരാകണം, അല്ല വിധേയരായിട്ടുണ്ട്. ഈ ചർച്ചകളെല്ലാം കേട്ട് കുറവുകളുണ്ടല്ലോ എന്ന് കരുതി ആ കുറവുകൾ സ്വയം തിരുത്താൻ നമ്മളെല്ലാവരും തയ്യാറാകണം. ഇതൊരു പഠന പ്രക്രിയയാണ്. പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി സഖാവ് അഭിപ്രായപ്പെട്ടത് അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പഠന പരിപാടിയാണ്, സംഘടനാ പഠന പരിപാടിയാണ്. സ്വയം ഒരു വിമർശനത്തിൻ്റെ ശില്പശാലകളാണ് പാർട്ടിയുടെ എല്ലാ യോഗങ്ങളും. അതിനർത്ഥം എതിരാളികൾ ഈ തോൽവി യോഗിച്ച് CPM-നെ വേട്ടയാടാൻ വന്നാൽ തല കുനിക്കണമെന്നാണോ? അത് പറ്റുന്ന കാര്യമല്ല. ഇടതുപക്ഷമല്ലാതായി. അപ്പോൾ എന്നാൽ പിന്നെ അതെന്താണ് ഇടതുപക്ഷമല്ലാത്തൊരു കാര്യം ചെയ്തത്? അത് ദാരിദ്ര്യമില്ലാതെയാക്കിയതാണോ? 5 ലക്ഷം പേർക്ക് വീട് വെച്ച് കൊടുത്തതാണോ?
62 ലക്ഷം പേർക്ക് കൃത്യമായിട്ട് പെൻഷൻ എത്തിച്ചതാണോ? അല്ല, ഈ രാജ്യത്തെ ഏറ്റവും മികവാർന്ന കേരളത്തിൽ വാങ്ങിച്ചു കൊടുത്തതാണോ? ഇന്നത്തെ ഈ ചർച്ചയിൽ അല്ല, ഒരു നിമിഷം, ഇന്നത്തെ ഈ ചർച്ചയിൽ രാഷ്ട്രീയ എതിരാളികളുടെ കടന്നാക്രമണത്തിന്റെ ഒരു സ്പേസ് ഞാനത് ആവർത്തിക്കുന്നതിന് കാരണം എന്താണ്? അല്ല, പക്ഷെ അപ്പോൾ ഒരു തിരിച്ചറിയാതെയുണ്ട്. എന്താണ് ചോദ്യം? ഇന്ത്യ മുന്നണിയുടെ യോഗത്തിനകത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു, അദാനിയെ നിങ്ങൾ കൊണ്ടുവന്നില്ലേ? ഇന്ത്യ മുന്നണി യോഗത്തിൽ അദാനിയെ നിങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നില്ലേ വിഴിഞ്ഞത്ത്? അതുകൊണ്ടാണ് നിങ്ങൾ തോറ്റത്. നിങ്ങൾ കോർപ്പറേറ്റുകളുമായി സന്ധി ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആരാ പറഞ്ഞത്? ഇന്ത്യ മുന്നണി യോഗത്തിൽ രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്ന് കിട്ടിയ വിവരം? അപ്പോൾ KC വേണുഗോപാലും BD സതീശനും പറഞ്ഞു കൊടുത്തതാണ്. നുണ നമ്മുടെ നാട്ടിൽ പറയുന്നത് കൊള്ളാം, അത് രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറഞ്ഞാലോ? അത് കേൾക്കാനൊരു രാഹുൽ ഗാന്ധി എന്താണ് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് നടപ്പാക്കിയതെന്നും AICCയെ മറികടന്നാണ് ഉമ്മൻചാണ്ടി ചെയ്തതെന്നും അറിയാത്ത ആളാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ ഇടതുപക്ഷത്തിനെതിരായി ആഖ്യാനം നിർമ്മിക്കുകയും ആ ആഖ്യാനം AICCയുടെ പ്രതിപക്ഷ നേതാവ് വരെ അംഗീകരിച്ച് നടപ്പാക്കുകയും ചെയ്തു ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാക്കാൻ. ഇതെല്ലാം ഉണ്ടായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറ്റം കൊണ്ടാണ് തോറ്റതെന്ന് കുറേ പേര് പറഞ്ഞു നടന്നാലോ? അപ്പം നമ്മുടെ സ്വയം വിമർശനം എന്താണ്? നമ്മളുടെ കുറവുകളുണ്ട്, ആ കുറവുകൾ തിരുത്തുക തന്നെ വേണം. ഒരു ഔദാര്യം ഒരാൾക്കും കൊടുക്കത്തുമില്ല. ഇതാണ് പാർട്ടി തീരുമാനം. അതിനർത്ഥം ഇടതുപക്ഷത്തിൻ്റെ നയത്തിൽ നിന്ന് വ്യതിചലിച്ചത് കൊണ്ടല്ല തോറ്റത്. അതാണ് ഒന്നാമത്തെ കാര്യം. 10 കൊല്ലം വർഗീയ കലാപം നടത്തിയില്ല, ഒരു വർഗീയ കലാപവും സംഭവിച്ചില്ല. പക്ഷേ എന്നാൽ വർഗീയ പ്രസ്താവനകൾ നടത്തിയ ധാരാളം എണ്ണമുണ്ട്. ഇസ്ലാം മുതൽ ഇങ്ങോട്ട് ഈ ചർച്ചയിൽ ചെറുക്കാനായില്ല. ശരി, ഈ ചർച്ചയിൽ ഇപ്പോൾ KJ ജേക്കബ് ആകട്ടെ ശ്രീ സജീവനാകട്ടെ പറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ മതനിരപേക്ഷ മൂല്യങ്ങളിൽ നിന്ന് CPMൻ്റെ നടപടികളിലൂടെ ആ നിലയിൽ ഒരു മാറ്റം സംഭവിക്കുന്നു എന്ന സംശയം ജനിപ്പിക്കാനായി, അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഖണ്ഡിക്കാൻ കഴിഞ്ഞില്ല, പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല, അത് സൃഷ്ടിച്ച ഒരു തിരിച്ചടിയുടെ തലമുണ്ട് എന്ന പ്രശ്നം അവർ ഇപ്പോഴും സൂചിപ്പിക്കുന്നു. ചർച്ചകളിൽ ഏതൊരാൾക്കും അഭിപ്രായം പറയാം എന്ന് പറയുമ്പോഴും സംസ്ഥാന കമ്മിറ്റി എത്തിച്ചേർന്ന തീരുമാനങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ ഭരണത്തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ സംസ്ഥാന സെക്രട്ടറി, ഇപ്പോൾ സംഘടനാ സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ചിട്ടുള്ള പാളിച്ചകൾ, അത് പയ്യന്നൂരാകട്ടെ തളിപ്പറമ്പിലൊക്കെ ആകട്ടെ തോൽവിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉയരുന്ന തലങ്ങളുണ്ടല്ലോ. ഇതേക്കുറിച്ചൊക്കെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? സംസ്ഥാന സെക്രട്ടറി ഇന്ന് പറഞ്ഞത് വെച്ചുകൂടിയാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. അതെ, സംസ്ഥാന കമ്മിറ്റി പറഞ്ഞതിനപ്പുറത്ത് വിമർശനം നടന്നു. സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞതിനപ്പുറത്ത് വിമർശനം നടന്നു എന്ന് മാത്രമല്ല, അതിൽ പൊതുവായി പൊതുമണ്ഡലത്തിൽ എത്തിക്കേണ്ട കാര്യങ്ങളെന്ന് സെക്രട്ടറി പറഞ്ഞു. ഇനി അതിനപ്പുറം ഉണ്ടല്ലോ, അപ്പുറമുള്ളത് കമ്മിറ്റി പോയി പറയും. ഓരോ കമ്മിറ്റിയിലെ സഖാക്കളെ ചർച്ച ചെയ്യും, സ്വയം തിരുത്താതെ മുന്നോട്ട് പോകാനാവില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രക്രിയയാണ്. അത് മുമ്പ് ഏത് കാലത്തും ഉണ്ടായതിനേക്കാളും കൂടുതൽ തിരുത്തലുകൾ ഇത്തവണ ഉണ്ടാവും. അത് പാർട്ടി PB മുതൽ നേതാക്കന്മാരെല്ലാം കൂടിച്ചേർന്ന് ഉറപ്പുവരുത്തിയ ഒരു പാർട്ടി കൂട്ടായ്മയാണ്. അതിൽ ഇന്ന് പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്, ബാക്കി നടക്കാൻ പോകുന്ന പ്രക്രിയയാണ്. ആ തിരുത്തലിനൊരു കുറവുണ്ടാവില്ല. ആ തിരുത്തലുകൾ നടത്തുമ്പോൾ തന്നെ നമ്മൾ സ്വയം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യങ്ങൾ കൂടെ കൂട്ടിയാണ് ഞാൻ പറയുന്നത്. അവിടെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ഇന്ന് പറഞ്ഞത് ഇതിൻ്റെ കൂടി ഒരു മറുപടി വേണം ശ്രീ അനിൽകുമാർ. അതായത് വിപുലീകൃതമായി സംസ്ഥാന കമ്മിറ്റി ചേരും എന്ന നിലയിൽ ഇപ്പോൾ സ്വയം വിമർശനപരമായി സംസ്ഥാന കമ്മിറ്റിക്ക് അടക്കം ഇത്ര വലിയ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് സ്വയം വിമർശനപരമായി തന്നെ വിശദീകരിക്കുന്നു. തിരുത്തലുകളെക്കുറിച്ച് താങ്കൾ പറഞ്ഞു, ഇതിൻ്റെ അടുത്ത നടപടിക്രമങ്ങളിൽ പാർട്ടി ഘടകങ്ങളിൽ സംഭവിക്കുന്നതാണ്. ഇന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ വിപുലമായി സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർക്കും എന്ന ഒരു വിശദീകരണം ഉണ്ടായിരുന്നു. എന്താണ് അതിനർത്ഥം? അല്ല, പാർട്ടിയുടെ ബഹുജന സംഘടനകൾ, പാർട്ടി ബ്രാഞ്ചുകൾ, അതിൻ്റെ കുറവുകൾ, അതിൽ പ്രത്യയശാസ്ത്രപരമായി അവരെ ബോധവൽക്കരിക്കേണ്ട പ്രശ്നങ്ങൾ, ഇന്നത്തെ കേരള സമൂഹത്തിൻ്റെ ഇന്നത്തെ രീതിയിൽ വെച്ച് വർഗബഹുജന സംഘടനകൾ ഇങ്ങനെ പ്രവർത്തിച്ചാൽ മതിയോ? ഉദാഹരണമായിട്ട് ചെറുപ്പക്കാർ മുമ്പത്തെ പോലെ കേരളത്തിലില്ല. കുട്ടികൾ വിദ്യാഭ്യാസത്തിന് അവനവൻ്റെ ഗ്രാമങ്ങളും നഗരങ്ങളും വിട്ടുപോയി പഠിക്കുകയാണ്. അപ്പോൾ ക്യാമ്പസുകൾക്കകത്ത് വരുന്ന കുട്ടികൾ പിന്നീട് അവനവൻ്റെ വീടുകളിലേക്ക് എത്തുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി തീരുന്നതിൽ കുറവ് വരുന്നു. ഇങ്ങനെ നിരവധിയായ പുതിയ പ്രവണതകൾ കേരളത്തിലുണ്ട്. ഈ പുതിയ പ്രവണതകളുടെ പശ്ചാത്തലത്തിൽ വർഗബഹുജന സംഘടനകളുടെ പ്രവർത്തനത്തിൽ എന്ത് മാറ്റം വരുത്തണം? ട്രേഡ് യൂണിയൻ തന്നെ മുമ്പുണ്ടായിരുന്ന വലിയ വലിയ ഫാക്ടറികൾ ഇല്ലാതായി, വളരെ അസംഘടിതമായി താൽക്കാലികമായി തൊഴിൽ ഇടങ്ങൾ മാറി.
അപ്പോൾ എന്ത് ചെയ്യണം? വീടുകളിൽ പോയി തൊഴിലാളിയെ സംഘടിപ്പിക്കണം. ഇതടക്കം ഒരു നഗരവൽക്കരിക്കപ്പെടുന്ന കേരളത്തിലെ ഭാവി പ്രവർത്തനം എന്ത് എന്നുള്ളത് പുനർനിർവചിക്കപ്പെടണം, റീഡിസൈൻ ചെയ്യണം. ഇതടക്കമുള്ള കാര്യങ്ങളാണ് പാർട്ടിയുടെ ഉപരികൃതമായ ഒരു സംസ്ഥാന യോഗത്തിൽ വെച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് ഒരു ചർച്ച നടത്തി എന്താണോ ആ മേഖലയിൽ ഇന്ന് സംഘടനയെ ശക്തിപ്പെടുത്താൻ ചെയ്യേണ്ടത്. രാഷ്ട്രീയ നയം മധുര കോൺഗ്രസ് തീരുമാനിച്ചാണ്, അതിൽ വ്യക്തതയുണ്ട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തോൽപ്പിക്കണം. അതിൽ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് എടുക്കുന്ന നയത്തോട് വിയോജിപ്പുണ്ട്. ഇവർ വഞ്ചന കാണിക്കുന്നു, ഇന്ത്യ മുന്നണിയെ വഞ്ചിക്കുന്നു, BJPക്കെതിരായി നിൽക്കുന്നവരോട് വഞ്ചന കാണിക്കുന്നു, കൂട്ടത്തിൽ നിന്നിട്ട് കാലെ ചവിട്ടുന്നു. DMK തൊട്ട് അനുഭവസ്ഥരാണ്. ഇടതുപക്ഷത്തോട് കേരളത്തിൽ ചെയ്തത് വഞ്ചനയാണ്. യാതൊരു വസ്തുതയുടെ കണികയുമില്ലാതെ മുഖ്യമന്ത്രി സഖാവ് പിണറായിക്കെതിരെ ദുരാരോപണം ഉന്നയിച്ചു. മോദി ഉന്നയിച്ച കടന്നാക്രമണം ഒരു ഭാഗത്ത്, ആ കടന്നാക്രമണത്തിന് സാധുത വെച്ച് അടിവരയിട്ട് കൊടുത്തു രാഹുൽ ഗാന്ധി. അങ്ങനെ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും ഒന്നായി മാറി ഒരു വിഷയത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ. ഇതൊക്കെ കോൺഗ്രസിൻ്റെ വഞ്ചനയാണ്. ആ വഞ്ചനയാണെന്ന് പറഞ്ഞാലും മോദിക്കെതിരായ യുദ്ധം വരുമ്പോൾ ആ യുദ്ധത്തിനകത്ത് യുദ്ധമാണ് പ്രധാനം. ഇതാണ് പാർട്ടി നയം. ശരി, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നയം അതായിരിക്കും. ഇപ്പം തന്നെ ഈ ചർച്ചയിലൂടെ പറഞ്ഞു, ഇടതുപക്ഷത്തിന് മതേതര ശക്തി തിരിച്ചു പിടിക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട ജേക്കബ് സാർ ഉന്നയിച്ച നിഷ്കളങ്കമായൊരു സംശയമാണ്. എൻ്റെ തിരിച്ചൊരു ചോദ്യമാണ്. മതനിരപേക്ഷതയുടെ ഇന്ത്യയുടെ ഒരു ഐക്കണായിരുന്നല്ലോ മമതാ ബാനർജി. 21 MPമാരെ, പട്ടാൻ ഉൾപ്പെടെയുള്ള 21 MPമാരെ അങ്ങപ്പുറ NDAയുടെ കൂടെ ചേർന്നിരിക്കുകയാണ്. ലോകസഭയിൽ 3-2 ഭൂരിപക്ഷത്തിലേക്ക് BJP പോവുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ തകർത്തപ്പോഴേ, ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്തപ്പോഴേ ഇന്ത്യൻ ഭരണഘടനയാണ് പിച്ച് ചീന്തപ്പെടാൻ പോകുന്നത്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വില, ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വില. ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ നിന്നവരും മനസ്സിലാക്കണം. ഇത് ഇവിടുത്തെ മതന്യൂനപക്ഷം തിരിച്ചറിയുന്നില്ലേ? പോരാടുന്ന ഇടതുപക്ഷം തെരുവിൽ അവിടെ അടിക്കുന്ന കാണുന്നില്ലേ? പക്ഷേ കേരളത്തിനും അതൊരു പാഠം തന്നെയാണ്. തൃണമൂല് തകർന്ന കണ്ടില്ലേ, തകരുന്ന കണ്ടില്ലേ? അതുകൊണ്ട് താങ്കൾ പറഞ്ഞ പോലെ ബംഗാൾ പകർന്നു നൽകുന്ന പുതിയ രാഷ്ട്രീയ പാഠം, അനുഭവം എന്നത് വളരെ ജാഗ്രതയോടെ കേരളം കാണേണ്ട ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. ശ്രീ അനിൽകുമാർ പറഞ്ഞതിനോട് യാതൊരു തർക്കവുമില്ല, അതിനോട് യോജിക്കേണ്ടത് തന്നെയാണ്, യോജിക്കുകയും ചെയ്യുന്നു. ശ്രീ സജീവൻ, ഈ ചർച്ചയിൽ CPM സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് K അനിൽകുമാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വയം വിമർശനപരമായി ഓരോ പിശകുകളും ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി മുതൽ താഴോട്ട് പാർട്ടി ഘടകങ്ങൾ ഓരോന്നും പോകുന്നത്. അതവിടെ അവസാനിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ അതിൻ്റെ തിരുത്തൽ നടപടികളും ഉണ്ടാകാൻ പോകുന്നു. അതാണ് ഇനി ആ പാർട്ടിക്കകത്ത് സംഘടനാപരമായി നടക്കാൻ പോകുന്നു. ഒപ്പം തന്നെ ജനങ്ങളെ കേൾക്കാനും പോകുന്നു. ഇതതിൻ്റെ ഒരു ഭാഗം. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ളൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ചാലോ? ഇപ്പോൾ ഉദാഹരണത്തിന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കുറേ കൂടി വ്യക്തമാവുന്നൊരു കാര്യം, ഇപ്പോൾ RSSന്, സംഘപരിവാറിന് കൂടുതൽ സ്വീകാര്യനായ ഒരാൾ കേരളത്തിൽ മുഖ്യമന്ത്രിയായി വന്നിരിക്കുന്നു എന്ന ഒരു പൊതു അന്തരീക്ഷം രൂപപ്പെട്ടിരിക്കുന്നത്. അതൊരു പ്രതീതി നിർമ്മാണമല്ല, ആ സർക്കാർ തന്നെ പച്ചയായി നിർലജ്ജം വെളിപ്പെടുത്തിയ അനുഭവങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് പുറകോട്ട് പോയാൽ, മുൻ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഡീലാക്ഷേപമൊക്കെ കേട്ടൊരു കാലത്തിൽ നിന്ന് ഇപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നൊരു കാലമാണല്ലോ. പലപ്പോഴും അത്രയ്ക്ക് ചർച്ച ചെയ്ത് പോകാത്തതാണെന്ന് തോന്നുന്നു. ആ കാലത്തൊക്കെ അത് ചർച്ച ചെയ്തിരുന്നു. ശിവഗിരി തീർത്ഥാടനം നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ അവിടെ നടത്തിയൊരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശ്രീനാരായണ ഗുരു, ഇപ്പോൾ വെള്ളാപ്പള്ളിയിലേക്ക് ഇങ്ങനെ ചുരുക്കാൻ ശ്രമിക്കുമ്പോൾ, ശ്രീനാരായണ ഗുരു ഒരു കാലത്തും സനാതനധർമ്മത്തിൻ്റെ വക്താവായിരുന്നില്ല. സനാതനധർമ്മം എന്നത് വർണ്ണാശ്രമ പ്രക്രിയയ്ക്ക് അപ്പുറത്തേക്ക് മറ്റൊന്നുമല്ല, വർണ്ണാശ്രമ ധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല എന്നവിടെ പ്രസംഗിക്കുകയും അത് ചാതുർവർണ്ണ്യ വ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ്, മനുവാദത്തിൽ നിൽക്കുന്നതാണ് എന്ന നിലപാട് പരസ്യമായി സ്വീകരിച്ചതും അവിടെ ഉണ്ടായ ചർച്ചയുമൊക്കെ അറിയാം. അന്നതിനെ പരസ്യമായി സനാതനധർമ്മത്തിൽ ഊന്നി നിന്ന് പിന്തുണച്ചയാളാണ് VD സതീശൻ. അപ്പോൾ സംഘപരിവാറിനെ സംബന്ധിച്ച്, RSSനെ സംബന്ധിച്ച് സനാതനധർമ്മത്തെ തന്നെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു കാഴ്ചപ്പാടിനോട് എത്രമാത്രം അഭിപ്രായ വ്യത്യാസമുണ്ടാകും എന്നുള്ളത് നമ്മൾക്കൊക്കെ അറിയാം. പിന്നീട് ഞാനിത് സൂചിപ്പിച്ചത് തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ടൊരു ചിത്രത്തെ ഒന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വന്ന് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ, നിയുക്ത മുഖ്യമന്ത്രി ആകും മുമ്പ് തന്നെ അദ്ദേഹം നടത്തിയ മംഗലാപുരം യാത്ര വലിയ ചർച്ചയാകും. അവിടെ നടത്തിയ കൂടിക്കാഴ്ചകൾ ഇപ്പോഴും അജ്ഞാതമായി, ദുരൂഹമായി നിൽക്കുകയാണ്. അദ്ദേഹം ഒരു വാക്കും അതേക്കുറിച്ച് മിണ്ടിയിട്ടില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ പക്കലേക്ക് വന്നിട്ടുള്ള ആളുകൾ, സംഘം, രൂപീകൃതമായ ആ സർക്കാർ, അതിൽ തന്നെ എത്തിച്ചേരുന്ന നയങ്ങൾ, നടപടികൾ, ഇതെല്ലാം അങ്ങനെ സംഘപരിവാറിനെ സംബന്ധിച്ച് കൂടുതൽ സ്വീകാര്യമായ തലത്തിൽ അദ്ദേഹം നിൽക്കുന്നു.
പിണറായി വിജയൻ സനാതനധർമ്മത്തെ ശിവഗിരിയിൽ പോയി ഗുരുവിനെ അതിൻ്റെ വക്താവാക്കാൻ നോക്കേണ്ട എന്നു പറഞ്ഞയാളാണ്. ഞാനിത് പറയാൻ കാര്യം, ഇന്നിപ്പോൾ CPM സംസ്ഥാന സമിതി വിലയിരുത്തലിൽ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 30 സീറ്റുകളിൽ BJP വോട്ടുകൾ UDF പോയിരിക്കുന്നു. മറിച്ച് BJP ജയിക്കുന്ന ഇടത്ത് കോൺഗ്രസിൻ്റെ സഹായവും കിട്ടിയിട്ടുണ്ട്. നമുക്കതറിയാം, 3ാം സ്ഥാനത്താണ് കോൺഗ്രസ്. പക്ഷേ 30 ഇടങ്ങളിൽ BJP വോട്ടുകൾ UDF പോയി. 100-ൽ പരം സീറ്റുകളിൽ ജയിക്കും, 1 ഡസൻ മന്ത്രിമാർ തോൽക്കും എന്നൊക്കെ പറഞ്ഞ ആ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ CPM വിലയിരുത്തൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അപ്പോൾ പ്രത്യയശാസ്ത്രപരമായി സംഘ് പരിവാറിനെ ഏറ്റവും അധികം കടന്നാക്രമിച്ച ഒരു മുഖ്യമന്ത്രിയെയും ആ പാർട്ടിയെയും ആ മുന്നണിയെയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയേ പറ്റൂ എന്ന ഒരു ഗ്രാൻഡ് ഡിസൈൻ, അതിനെ വെളിവാക്കുന്നതാണ് ഈ 30 സീറ്റുകൾ എന്നുള്ള CPM ഇന്നത്തെ ഈ പരസ്യമായ വെളിപ്പെടുത്തൽ എന്ന് തോന്നുന്നു. ശ്രീ സജീവൻ. തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വളരെ എളുപ്പത്തിൽ കോൺഗ്രസിനെ വരുതിയിലാക്കാൻ കഴിയും, കോൺഗ്രസ് നേതാക്കന്മാരെ വരുതിയിലാക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ കാല ചരിത്രം മുഴുവൻ, ഈ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതരായ നേതാക്കന്മാർ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന BJPയിലേക്കായിട്ട് നമ്മൾ കാണുന്നതാണ്. കേരളത്തിൽ പോലും 3 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കള് ഇപ്പൊ BJPക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ അത് വളരെ എളുപ്പമാണ് കോൺഗ്രസിനെ ഇങ്ങോട്ട് വലിച്ചെടുക്കുക, സ്വാംശീകരിക്കുക എന്ന് പറയുന്നത് BJPക്ക് അറിയാം. തകർക്കേണ്ടത് LDFനെയാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനുള്ള ശ്രമം നടന്നിരിക്കും. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അനിൽകുമാറും അത് കഴിഞ്ഞ് താങ്കളും പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, ഈ ബംഗാൾ എന്ന പാഠം, അത് കേരളത്തിന് കൂടി വേണ്ടതാണ്. കാരണം അത് വളരെ കൃത്യമാണ്. കാരണം നമുക്കറിയാം, ഒരു കാലത്ത് BJPയുടെ ഒപ്പം നിന്ന രാഷ്ട്രീയ നേതാവാണ് മമതാ ബാനർജി. പിന്നീട് അവിടെ ബംഗാൾ പിടിച്ചെടുക്കുന്നു. എന്തുകൊണ്ടാണ് 3 പതിറ്റാണ്ടിലേറെ കാലം തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം നഷ്ടപ്പെട്ടത് എന്ന് കൃത്യമായിട്ട് വീണ്ടും പരിശോധിക്കുന്നിടത്ത് അവിടെ ബംഗാളിലെ പാർട്ടി പരാജയപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ കൃത്യമായി പരിശോധിച്ചിട്ട് ആ വീഴ്ചകളൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കേണ്ടതായിരുന്നു. ഇപ്പോഴും അവിടെ പാർട്ടിക്ക് മാസ് ബേസ് ഉണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്കുള്ള നേട്ടം ഉണ്ടാക്കാൻ മമതാ ബാനർജി തന്ത്രപരമായിട്ട് അവിടെ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചു, ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്തി. പക്ഷെ ഇപ്പൊ തിരിച്ചടിച്ചിട്ട് നമ്മൾ അവർക്കും നഷ്ടപ്പെട്ടു, കോൺഗ്രസിന് നഷ്ടപ്പെട്ടു, അതിനേക്കാൾ അപ്പുറത്ത് CPM LDF പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മൊത്തം നഷ്ടപ്പെട്ടു. ഇപ്പോ അതേ സംഗതി ഇവിടെ ഉണ്ടാക്കാനാണ് ഇപ്പോ കേരളത്തിലെ കേരളത്തിൽ ഉണ്ടാക്കാനാണ് കേരളത്തിലെ BJP എന്ന് ഞാൻ പറയുന്നത്, BJPയുടെ ദേശീയ നേതൃത്വം ശ്രമിക്കുന്നത്. അപ്പൊ എന്ത് വേണം? കൃത്യമായിട്ട് ഇവിടെ ആ വരാൻ പോകുന്ന ഭീകരമായ ഒരു അപകടം, ആ അപകടം ഇല്ലാതാക്കാൻ പാർട്ടി, അനിൽകുമാർ പറഞ്ഞ പോലെ ബ്രാഞ്ച് മുതൽ മുകളിലേക്കുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ട് തെറ്റുതിരുത്തൽ അത്യാവശ്യമായി നടത്തേണ്ടതാണ്. വിമർശനവും സ്വയം വിമർശനവും ഒക്കെ ഉണ്ടാവണം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് പാർട്ടി ഒപ്പം നിൽക്കേണ്ട ഒരു 10%, 15% വരുന്ന ഒരു നിഷ്പക്ഷ വോട്ടുകൾ, ആ നിഷ്പക്ഷ വോട്ടുകളുടെ ഒപ്പം അവരെ കൂടി ഒപ്പം നിർത്താൻ, അവരുടെ മനസ്സിലെ ആശങ്കകൾ കൂടി ദൂരീകരിക്കാനായിട്ടുള്ള ശ്രമമാണ് പ്രധാനമായിട്ടും ഉണ്ടാവേണ്ടത്. അതാണ് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ. റൈറ്റ്. ഞാൻ നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞാൽ നമുക്കൊന്ന് കൃത്യം 9 മണിക്ക് എനിക്കിനി ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. താങ്കളൊന്ന് ചുരുക്കി താങ്കളുടെ ഒരു അവസരത്തിലേക്ക് വന്നാൽ ഞാനതാണ് പറഞ്ഞത്, ഈ പറഞ്ഞ സനാതനധർമ്മത്തെ അതിൻ്റെ വർണ്ണാശ്രമ വ്യവസ്ഥയൊക്കെ തുറന്നു കാട്ടിയ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും ആ മുന്നണിയെയും BJPയുമായി ഡീലുണ്ടാക്കിയവരാക്കി ചിത്രീകരിച്ച് വളരെ സമർത്ഥമായി ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് പോകാൻ കഴിയുന്നൊരു പ്രതീതി നിർമ്മാണം നടന്ന നാടാണ് കേരളം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പുതിയ കാലത്ത് ഇന്നിപ്പോൾ CPMൻ്റെ തന്നെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പറഞ്ഞ 30 സീറ്റുകളിൽ BJP സഹായം UDF കിട്ടി എന്ന CPMൻ്റെ ഈ വിലയിരുത്തൽ, സൂക്ഷ്മതലത്തിൽ നടത്തിയ വിലയിരുത്തലുകൾക്ക് ശേഷം ഇന്ന് ജനങ്ങളോട് പറയുന്ന ഈ കാര്യം, ശക്തമായ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായ ഇടതുപക്ഷത്തിന് ഭാവിയിൽ വളരെ ശക്തവും വ്യക്തവും കൃത്യവുമായി ജനങ്ങളോട് തുടർന്നും വിശദീകരിക്കേണ്ടി വരില്ലേ? അതാണോ ഇന്ന് പറഞ്ഞു വെച്ചത്? 30 സീറ്റുകളിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJP കോൺഗ്രസിനെ സഹായിച്ചു. ഈ BJP ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അവരുടേതായ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ടാണ്, കൃത്യമായൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ ഭാഗമായിട്ട് കേരളത്തിൽ മുസ്ലിം ലീഗ് അധികാരത്തിൽ ഇരിക്കട്ടെ എന്നുള്ളത് BJPയുടെ ദേശീയ തലത്തിലെ തീരുമാനമാണ്, പച്ചയായ യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ ഇന്ത്യ ഭരിച്ചോളാം,
ലീഗ് ഇവിടെ 5 മന്ത്രിമാരെ വെച്ച് നിങ്ങൾ കേരളം ഭരിച്ചു. അങ്ങനെ ലീഗ് കുറേ കാലം ഇവിടെ ഭരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഭാഗമായ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാം. ഇതാണല്ലോ BJPയുടെ അജണ്ട. അല്ലാണ്ട് ഇടതുപക്ഷം ഏത് സെക്കുലറിസത്തിൽ വീഴ്ച വരുത്തിയിട്ടാണ്, ഏത് ഭരണ നടപടിയിലാണ് സെക്കുലറിസ്റ്റ് നടപടികൾ ഗവൺമെൻറ് വീഴ്ച വരുത്തിയത്? പറയാമോ ആർക്കെങ്കിലും? സത്യസന്ധമായിട്ട് പറ, 10 കൊല്ലക്കാലത്ത് എവിടെയാണ് ഈ ഭരണകൂടം സെക്കുലർ നയത്തിൽ വീഴ്ച വരുത്തിയത്? അതെ, ആരിഫ് മുഹമ്മദ് ഖാൻ മുതൽ ആർലേക്കർ വരെയുള്ള ഗവർണർമാർ ചാൻസലർമാരായി പ്രവർത്തിച്ചപ്പോൾ എന്തിനു പൊരുതി? സതീശനെ പോലെ ഒത്തുതീർപ്പുണ്ടാക്കിയ പോരായിരുന്നോ? ഡീലായിരുന്നെങ്കിൽ പൊരുതിയവർ, പോരാട്ടം നടത്തിയവർ, ആ പോരാട്ടം നടത്തിയവർ മതേതരത്വം വെല്ലുവിളിച്ചു. എതിരെ BJPക്കെതിരെ പൊരുതിയത്, ഹിന്ദുത്വക്കെതിരെ പൊരുതിയത്, കോർപ്പറേറ്റ് ഹിന്ദുത്വക്കെതിരെ പൊരുതിയത്. ഈ അദാനിയെപ്പോലെ ഏതെങ്കിലും ഒരുത്തനെ, ഏതെങ്കിലും കോർപ്പറേറ്റ് മുതലാളിയെ 10 കൊല്ലം പരിയമ്പുറത്ത് കയറ്റിയില്ല കേരളത്തിൽ, കിബി ഉണ്ടായിരുന്നുകൊണ്ട്. ആ കിബിയെ തകർക്കാൻ എന്തെല്ലാം നുണയാണ് പറഞ്ഞത്? ഇതെല്ലാം വിശ്വസിക്കുന്ന ആളുകൾ ഉള്ളൊരു കേരളത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നിഷ്പക്ഷർ എന്ന് പറയുന്നവരുണ്ടോ? ഉണ്ട്. അവർക്കിടയിൽ നടത്തിയ നുണപ്രചരണങ്ങൾ, അതാണ് ചെയ്ത തന്ത്രം. നമ്മൾ വിലയിരുത്തിയത് എന്താണ്? സർക്കാരിനെക്കുറിച്ച് ചർച്ചയില്ല, വികസനത്തെക്കുറിച്ച് ചർച്ചയില്ല, നിങ്ങളുടെ ഭരണമൊക്കെ കൊള്ളാം, പിന്നെ ആരെയാണ് കളയേണ്ടത്? അതാണ് സച്ചിദാനന്ദൻ പറഞ്ഞത്. 10 കൊല്ലം കഴിഞ്ഞ് ഒന്നുകൂടെ ഭരിച്ചാൽ പാർട്ടി തകരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരാതിരിക്കാൻ സച്ചിദാനന്ദൻ ചെയ്തൊരു സഹായമാണ് ഈ തോൽവി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്ഷപ്പെട്ടു. ഇതല്ലേ സച്ചിദാനന്ദൻ്റെ വാദം? ഇടതുപക്ഷം തകരാതിരിക്കാൻ ഇടതുപക്ഷത്തിന് ചെയ്ത സഹായമാണ് ഈ തോൽവി. ഇതുകൊണ്ട് ഇടതുപക്ഷം രക്ഷപ്പെട്ടല്ലോ. എന്തെല്ലാം കെട്ടുകഥകളുടെ മേലാണ് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് പോയി LDFനെതിരെ വോട്ട് ചെയ്യിച്ചത്. ശരി, അപ്പോൾ നിമിഷത്തിന് ആയുസ് ഉണ്ടായില്ല ആ നുണകൾക്ക്. സതീശൻ എന്ന് പറയുന്ന ആ കള്ളനാണയം തുറന്നു കാട്ടപ്പെടുകയല്ലേ. ഓക്കെ, അപ്പോൾ ആ രാഷ്ട്രീയ പോരാട്ടം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിയെക്കുറിച്ച് അതിൻ്റെ സൂക്ഷ്മതലത്തിൽ നിന്ന് വിലയിരുത്തി വിശദാംശങ്ങൾ ജനങ്ങളോട് പങ്കുവച്ചത്. അത് അവിടം കൊണ്ടും തീരുന്നില്ല. സ്വയം വിമർശനപരമായി ഉണ്ടായ പിഴവുകൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ തുടർ നടപടികൾ, തിരുത്തൽ നടപടികൾ, ആ പ്രക്രിയ മുന്നോട്ട് പോകും. പാർട്ടി അംഗങ്ങൾക്കപ്പുറം പൊതുജനങ്ങൾക്ക് പാർട്ടിയോട്, പാർട്ടി സംവിധാനത്തോട് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സൗകര്യം കൂടി ഏർപ്പാടാക്കി അതിലൂടെയും വിവരങ്ങൾ ശേഖരിച്ച് വിമർശനങ്ങളും അഭിപ്രായങ്ങളും കേട്ട് തിരുത്തൽ പ്രക്രിയയുമായി മുന്നോട്ട് പോവുക എന്നുള്ള സംഘടനാ പ്രക്രിയയുടെ ഇടയിലാണ് CPM നിൽക്കുന്നത്. അതിനിടയിലാണ് CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് വാർത്താസമ്മേളനത്തിൽ CPMൻ്റെ വിലയിരുത്തലുകൾ, റിവ്യൂ റിപ്പോർട്ട് അവതരിപ്പിച്ച് സംസാരിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ചർച്ച മുന്നോട്ട് പോയത്. മൂവർക്കും വളരെയധികം നന്ദി സഹകരിച്ചതിന്. മുമ്പ് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി റിവ്യൂ റിപ്പോർട്ട് വിശദീകരിച്ചുകൊണ്ടാണ് തോൽവിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ, അതിലെ പാളിച്ചകൾ ജനങ്ങൾക്ക് മുമ്പാകെ വിശദീകരിച്ചത്.